എല്ലാവർക്കും നമസ്കാരം. ഈ ഒരു കർക്കിടക മാസ കാലഘട്ടത്തിൽ കേരളം മുഴുവനും ശ്രീരാമനാമത്തിൻ്റെ ധ്വനികൾ മുഴങ്ങുന്ന അന്തരീക്ഷമാണ്. നാടെങ്ങും രാമായണ ചിന്തുകളും അധ്യാത്മരാമായണത്തിൻ്റെ പാരായണവും രാമായണ സദസ്സുകളും രാമായണ പ്രശ്നോത്തരികളും ഒക്കെയായി നാട് ആഘോഷത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ പ്രാചീനതയിലേക്കുള്ള ഒരു തിരിച്ചുപോക്കിൻ്റെ പ്രാരംഭമായ അല്ലെങ്കിൽ ഒരു അവസ്ഥാവിശേഷങ്ങളിലൊക്കെയാണ് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കർക്കിടകം 1 മുതൽ വീട് വീടാന്തരം രാമായണ ചിന്തുകൾ, രാമായണ പാരായണം കുട്ടികളിൽ ത്വര വളർത്തുന്നതിന് വേണ്ടിയിട്ട് പൂർവീകരായ ഋഷീശ്വരന്മാർ പകർന്നു തന്ന പുരാണ ഇതിഹാസങ്ങളിലൂടെയുള്ള ഒരു യാത്രയാണ് ഈ കാലഘട്ടം. അന്തരീക്ഷത്തെ സംബന്ധിച്ചിട്ട് നോക്കിയാൽ അല്ലെങ്കിൽ പ്രകൃതിയെ സംബന്ധിച്ച് നമ്മൾ ഒരു വിചിന്തനം നടത്തിയാൽ പ്രകൃതിയിലും സൂര്യൻ പിൻവാങ്ങുന്ന സമയം യഥാർത്ഥത്തിൽ ദക്ഷിണായന കാലഘട്ടം ആരംഭിക്കുന്ന സമയം മഹത്തായ ഒരു ഋതുവിൻ്റെ അല്ലെങ്കിൽ ഒരു അയനത്തിൻ്റെ പരിസമാപ്തി കുറിച്ച് പിതൃയാനത്തിലേക്കുള്ള അല്ലെങ്കിൽ പിതൃകാലത്തിലേക്കുള്ള ഒരു യാത്രയുടെ ആരംഭമാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്. ഉത്തരായന കാലഘട്ടം ദേവതാ ഉപാസനകൾക്ക് അല്ലെങ്കിൽ ദേവതാ ക്രിയകൾക്ക് പ്രാമുഖ്യം കൊടുക്കുന്ന സമയത്ത് ദക്ഷിണായനം യഥാർത്ഥത്തിൽ നമ്മുടെ ഉപാസനാ കാലഘട്ടമാണ്. യഥാർത്ഥത്തിൽ നമ്മൾ വളരെ സൂക്ഷ്മമായി ശ്രദ്ധയോടെ ഇതിനെയൊക്കെ വീക്ഷിച്ചാൽ നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. അത് വേറൊന്നുമല്ല അല്ലെങ്കിൽ മറ്റൊന്നുമല്ല. ഈ ഒരു ദക്ഷിണായന കാലഘട്ടത്തിലാണ് ഏറ്റവും അധികം ഉത്സവങ്ങൾ നമ്മുടെ മുൻപിൽ വരുന്നത്. ആ ഉത്സവങ്ങളൊക്കെ നമ്മളെ തേടി വരുന്നത് കൃത്യമായ ഒരു ദാർശനിക തത്വങ്ങളുടെ പിൻബലത്തോടെയാകുന്നു. അതുപോലെ തന്നെയാണ് കർക്കിടക മാസത്തിലെ രാമായണ കാലഘട്ടവും. മലയാളിയെ സംബന്ധിച്ച് അവൻ ഏറ്റവും അധികം വളരെ ശ്രദ്ധയോടുകൂടി അവൻ്റെ മനസ്സും ശരീരവും ഒന്ന് പുനരുജ്ജീവനം ചെയ്യാൻ എടുക്കുന്ന സമയമാണ് യഥാർത്ഥത്തിൽ കർക്കിടക കാലഘട്ടം. പ്രകൃതിയാൽ ദുർഘടങ്ങൾ അല്ലെങ്കിൽ പ്രകൃതിയിലും അന്തരീക്ഷത്തിലും ദുർഘടമായ അവസ്ഥകൾ നിലനിൽക്കുന്ന സമയത്ത് ആ സമയം ദുർഘടമായ സമയം പോലും തൻ്റെ നന്മയ്ക്കായി എങ്ങനെ മാറ്റാം അല്ലെങ്കിൽ മാറ്റിമറിക്കാം എന്ന് ശ്രദ്ധയോടെ ആചരണ പദ്ധതികളിലൂടെ അതുപോലെ തന്നെ പ്രാചീനമായ ആചാര സമ്പ്രദായങ്ങളിലൂടെയൊക്കെ നമ്മളെ നടത്തുകയാണ് നമ്മുടെ പ്രാചീനരായ അല്ലെങ്കിൽ പൂർവികരായ ഋഷിതുല്യരായ മഹാമനീഷികൾ. ഈ ദിശയിലൂടെ നമ്മൾ ഈ ഒരു 15 ദിവസം എന്താണ് അധ്യാത്മ രാമായണം അല്ലെങ്കിൽ രാമായണ കാലത്ത് എന്താണ് യഥാർത്ഥത്തിൽ നമ്മൾ അറിയേണ്ട രാമായണ തത്വം. കാരണം പുരാണങ്ങൾ പലപ്പോഴും ഹൈന്ദവരുടെ ഇടയിൽ പ്രമാണങ്ങളായി മാറിപ്പോയിട്ടുണ്ട്. കാരണം ഈ പുരാണങ്ങൾക്കൊക്കെ അടിസ്ഥാനം യഥാർത്ഥത്തിൽ വേദതത്വങ്ങളാണ് അല്ലെങ്കിൽ ശ്രുതികളാണ്. ആ വേദസാരങ്ങളെ സാമാന്യേന ഓരോ കാലഘട്ടത്തിനനുസരിച്ച് മനുഷ്യൻ്റെ മനസ്സിലും അവൻ്റെ മനോമണ്ഡലങ്ങളിലും ചിന്താമണ്ഡലങ്ങളിലും വരുന്ന അപജയങ്ങൾക്കനുസരിച്ച് ആ വേദാർത്ഥ സാരങ്ങൾ അവൻ്റെ ജീവിതത്തിലുടനീളം പ്രതിഫലിപ്പിക്കാൻ വേണ്ടിയിട്ടും അത് അവൻ്റെ ജീവിതത്തെ ഉയരങ്ങളിലേക്ക് നയിക്കാനും വേണ്ടിയിട്ടാണ് നമ്മുടെ ഋഷീശ്വരന്മാർ പുരാണ ഇതിഹാസങ്ങളുടെ രചന നിർവഹിക്കുന്നത് തന്നെ. അപ്പം ചുരുക്കി പറഞ്ഞാൽ ഈ ഇതിഹാസങ്ങളിലും പുരാണങ്ങളിലുമൊക്കെ കഥകളായി നമ്മൾക്ക് മുൻപിൽ അവതരിച്ചെത്തുന്നത് അല്ലെങ്കിൽ നമ്മൾക്ക് മുമ്പിൽ വന്നെത്തുന്നത് യഥാർത്ഥത്തിൽ ആ ഋഷീശ്വരന്മാർ നമ്മളോട് സംവദിക്കാൻ ഉദ്ദേശിച്ച വേദാർത്ഥങ്ങൾ, വേദസാരങ്ങൾ അല്ലെങ്കിൽ ഈ പറയുന്ന തത്വബോധ ചിന്തകൾ, ദർശനങ്ങളൊക്കെയാണ്. പക്ഷെ എന്തുകൊണ്ടോ ആധുനിക കാലഘട്ടത്തിൽ ഈ ഒരു ചിന്തയ്ക്ക് അപജയം വന്നിട്ടുണ്ട്. കാരണം പുരാണങ്ങളെല്ലാം പ്രമാണങ്ങളായിട്ട് പരിണമിച്ചിട്ടുണ്ട്. അതിൽ നിന്നൊരു തിരികെ പോക്കാണ് ഈ ഒരു 15 ദിവസത്തെ യാത്ര കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാരണം നമ്മളെല്ലാ രാമായണ കാലഘട്ടത്തിലും ഇന്നത്തെ
മാധ്യമങ്ങളിലൂടെയും സമൂഹ മാധ്യമങ്ങളിലൂടെയൊക്കെ നോക്കിയാൽ രാമായണ കാലഘട്ടത്തോട് അല്ലെങ്കിൽ കർക്കിടക മാസം പുലരിയിൽ അല്ലെങ്കിൽ ആ കർക്കിടക മാസ പുലരിയോടനുബന്ധിച്ച് ധാരാളം എഴുത്തുകൾ നമ്മൾ വായിക്കാറുണ്ട്. അവയിൽ മിക്കതും രാമായണത്തിൻ്റെ പ്രസക്തിയെക്കുറിച്ചും അപ്രസക്തിയെക്കുറിച്ചുമാണ്. ഏറ്റവും അധികം അപ്രസക്തിയെക്കുറിച്ചിട്ടാണ് ആളുകൾ എഴുതുക. കാരണം വിമർശന ബുദ്ധിയാൽ അതിൻ്റെ തത്വങ്ങളൊന്നും മനസ്സിലാക്കാതെ കേവലം ആ പുരാണ ഇതിഹാസങ്ങളിലെ കഥാപാത്രങ്ങളെ പ്രമാണങ്ങളായി ധരിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഈശ്വരീയമായ അസ്തിത്വങ്ങളായി ധരിച്ചുകൊണ്ടാണ് പലരും ഇതിനെ സമീപിക്കാറ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഈ ഒരു അവസരത്തിൽ ജനങ്ങളുടെ മുമ്പിൽ എടുത്തു കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് പുരാണങ്ങളിലൂടെയും ഇതിഹാസങ്ങളിലൂടെയും നമ്മുടെ ഋഷീശ്വരന്മാർ നമ്മൾക്ക് തന്ന ആ ഒരു മഹത്തായ വിജ്ഞാന ഭണ്ഡാരത്തെ അതിൻ്റെ താത്വികമായ വശങ്ങളിലൂടെ യാത്ര ചെയ്ത് യഥാർത്ഥത്തിൽ ആ വേദാർത്ഥങ്ങളാണ് നമ്മൾ ഉൾക്കൊള്ളേണ്ടത് എന്ന് പറയുവാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാവരെയും ഈ ഒരു 15 ദിവസത്തിലെ രാമായണം അല്ലെങ്കിൽ ശ്രീരാമചന്ദ്രൻ്റെ അയനത്തെക്കുറിച്ച് കാരണം നമ്മൾക്കറിയാം സൂര്യവംശജാതകുലനാണ് ശ്രീരാമൻ പ്രകൃതിയിൽ. പക്ഷേ ഈ പറയുന്ന കർക്കിടക മാസ ആരംഭത്തോടുകൂടി നമുക്ക് ഏറ്റവും അധികം ഈ പറയുന്ന സൂര്യവംശകുലജാതനായ നമുക്കറിയാം സൂര്യൻ തന്നെ, ആ സൂര്യനെ അന്തരീക്ഷത്തിൽ നമ്മൾക്ക് ഏറ്റവും ദുർഘടമായ അവസ്ഥകളിലാണ് കാണുവാൻ സാധിക്കുക. മിക്ക സമയങ്ങളിലും സൂര്യനെ പ്രതിബന്ധം നേരിടുന്നതായി നമ്മൾ കാണാൻ സാധിക്കും. അതായത് സൂര്യൻ്റെ തന്നെ കർമ്മത്തിൻ്റെ അല്ലെങ്കിൽ പ്രവൃത്തിയുടെ ഫലമായി ഉണ്ടാകുന്ന അന്തരീക്ഷത്തിൽ അല്ലെങ്കിൽ പ്രകൃതിയിൽ ജനിക്കുന്ന മഴമേഘങ്ങൾ, ആ മേഘങ്ങൾ തന്നെ സാക്ഷാൽ അതിൻ്റെ കാരണഭൂതനായ സൂര്യനെ മറയ്ക്കുന്ന കാഴ്ച നമ്മൾക്ക് എല്ലാവർക്കും കാണാൻ സാധിക്കും. ആ സൂര്യൻ മറയുന്നതോടുകൂടി ഈ പ്രപഞ്ചത്തിലെ സവിതാവായ എല്ലാത്തിനെയും നിലനിർത്തി പോഷണം ചെയ്ത് പാലനം ചെയ്ത് ഈ പ്രപഞ്ചത്തെ തന്നെ നിലനിർത്തുന്ന ആ അസ്തിത്വത്തെ താൽക്കാലികമായെങ്കിലും മഴമേഘങ്ങൾ മറയ്ക്കുമ്പോൾ താഴെ ഇങ്ങ് ഭൂമിയിൽ നമ്മളെ പോലെയുള്ള ജന്തുജീവജാലങ്ങൾക്ക് അവരുടെ ശാരീരികവും മാനസികവുമായ അപചയം നേരിടുന്നത് നമ്മൾക്ക് സൂക്ഷ്മമായി ചിന്തിച്ചാൽ കാണാൻ സാധിക്കുന്നതാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു കാലഘട്ടത്തിൽ രാമായണത്തിൻ്റെ പ്രസക്തി, ശ്രീരാമചന്ദ്ര ഭഗവാന്റെ ജീവിതം എടുത്തു നോക്കിയാൽ നമ്മൾക്കറിയാം അല്ലേ, ആ എങ്ങനെയാണോ പ്രപഞ്ചത്തിൽ സൂര്യനെ മഴമേഘങ്ങൾ പലതവണ തടസ്സപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്, അതുപോലെ തന്നെയാണ് ശ്രീരാമചന്ദ്ര ഭഗവാന്റെ ജീവിതം എടുത്തു നോക്കിയാലും നമ്മൾക്ക് കാണുവാൻ സാധിക്കുക. അപ്പം അധ്യാത്മരാമായണം യഥാർത്ഥത്തിൽ രാമനെ സ്തുതിച്ചുകൊണ്ട് തന്നെയാണ് ആരംഭിക്കുന്നത്. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയ, ശ്രീരാമ രാമ രാമ ശ്രീ രാമഭദ്രാജയ. ഇങ്ങനെ ശ്രീരാമനെ പ്രകീർത്തിച്ചു കൊണ്ട് തന്നെയാണ് അധ്യാത്മരാമായണം ആരംഭിക്കുന്നത് തന്നെ. ആ രാമായണത്തിലെ നായകനായ ശ്രീരാമ ഭഗവാന്റെ പുണ്യനാമത്തിൻ്റെ തീക്ഷ്ണമായ ജപത്തോടെയാണ്. രാമനാമം തന്നെ യഥാർത്ഥത്തിൽ വളരെ ശുഭകരമാണ്. ആ വാക്കുകൾ കേൾക്കുമ്പോൾ തന്നെ ആളുകൾ സന്തോഷിക്കുകയും അവരുടെ എല്ലാ മാനുഷിക പ്രശ്നങ്ങളും കഷ്ടപ്പാടുകളും മറക്കുകയും ചെയ്യുന്നതാണ്. ശ്രീരാമനാമം ജപിക്കുന്നത് ശുഭകരവും ധ്യാനാത്മകവുമായിട്ടാണ് കണക്കാക്കപ്പെടുക. ശ്രീരാമചന്ദ്രൻ്റെ കഥ രാമായണത്തിൻ്റെ ദിവ്യമായ ഭൂപ്രകൃതി വിവരിച്ചുകൊണ്ട് നമ്മൾക്ക് ആരംഭിക്കാം. രാമായണം യഥാർത്ഥത്തിൽ സാക്ഷാൽ ബ്രഹ്മചൈതന്യമായ സത്വബുദ്ധി തന്നെയാണ് രചന നിർവഹിക്കുന്നത്. മനുഷ്യർക്ക് അറിയാവുന്ന കോടിക്കണക്കിന് മറ്റ് ഗ്രന്ഥങ്ങളെക്കാൾ ശ്രേഷ്ഠമായ കണക്കാക്കപ്പെടുന്ന ഒരു ഗ്രന്ഥമാണ് ശ്രീരാമായണം. വാൽമീകി രാമായണത്തെ ലോകമെമ്പാടും നമ്മൾ സൂക്ഷ്മതയോടെ അല്ലെങ്കിൽ വളരെ ശ്രദ്ധാപൂർവം വീക്ഷിച്ചു കഴിഞ്ഞാൽ കാണുവാൻ വേണ്ടി സാധിക്കുന്നത് എല്ലാ സംസ്കാരങ്ങളെയും ഇത്രയധികം സ്വാധീനിച്ച മറ്റൊരു ഇതിഹാസ ഗ്രന്ഥത്തെ കാണുവാൻ തന്നെ വളരെ വിരളമാണ്. ദേശത്തിനപ്പുറത്ത് രാമായണം കേവലം ഭാരതത്തിൽ മാത്രമല്ല, ദേശത്തിനപ്പുറത്ത് പോലും അതിൻ്റെ
അലയൊലികൾ നമ്മൾക്ക് കാണുവാൻ സാധിക്കും. ചരിത്രപരമായ അനേകം വസ്തുതകളുണ്ട്. അതൊന്നും നമുക്ക് ഇവിടെ വിവരിച്ചാൽ നമ്മുടെ ഉദ്ദേശം ഈ 15 ദിവസം കൊണ്ട് രാമായണത്തിലൂടെ കടന്നു പോകാൻ സാധിക്കാത്തത് കൊണ്ടാണ്. ഇനി മറ്റൊരു സീരീസിലൂടെ വേണമെങ്കിൽ നമ്മൾക്ക് അതിൻ്റെയൊക്കെ കഥയുടെ അല്ലെങ്കിൽ ചരിത്രപരമായ വീക്ഷണത്തിൻ്റെയൊക്കെ ചുരുളുകൾ നമുക്ക് അഴിക്കാം. അപ്പോൾ ഒരു കാട്ടിൽ താമസിച്ചിരുന്ന അല്ലെങ്കിൽ ഒരു വനത്തിൽ അവൻ്റെ ദൈനംദിന ജീവിതം നയിച്ചിരുന്ന ഒരു അജ്ഞാനിയായ, അല്ലെങ്കിൽ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ വിദ്യാഭ്യാസമില്ലാത്ത വേട്ടക്കാരൻ അല്ലെങ്കിൽ ഒരു കാട്ടാളൻ ആയ അസ്തിത്വം അല്ലെങ്കിൽ ഒരു ആത്മാവ് രാമനാമം ജപിച്ചതിലൂടെ അദ്ദേഹത്തിന് ജ്ഞാനോദയം നേടുന്നതായും, അതും അശ്രദ്ധമായിട്ടാണ് അദ്ദേഹം അതിൻ്റെ താത്വികമായ വശം അറിയാതെയാണ് അശ്രദ്ധമായിട്ടാണ് ജപിക്കുന്നതെങ്കിൽ പോലും ഏറ്റവും പുരാതന ഇതിഹാസമായ രാമായണത്തിൻ്റെ രചയിതാവായ വാൽമീകി മുനിയായി അദ്ദേഹം പിന്നീട് പരിണമിക്കുന്നതാണ് നമ്മൾക്ക് കാണുവാൻ സാധിക്കുന്നത്. രാമൻ്റെ അല്ലെങ്കിൽ ശ്രീരാമൻ്റെ ആകർഷകമായ കഥ രചിക്കുന്നതിനുള്ള ഉത്തരവാദിത്വം ബ്രഹ്മാവ് അദ്ദേഹത്തെയാണ് ഏൽപ്പിക്കുന്നത്. യഥാർത്ഥത്തിൽ ആ വേട്ടക്കാരൻ അല്ലെങ്കിൽ ആ ഒരു നായാടി അല്ലെങ്കിൽ ഒരു കാട്ടാളൻ തീർത്തും ഒരു വാഗ്മി പോലുമല്ലായിരുന്നു, മറിച്ച് അറിവിൻ്റെ തന്നെ ഒരു സ്രോതസ്സായി അല്ലെങ്കിൽ ഒരു ദേവതയായി ഉയരുന്നതാണ് നമ്മൾ കാണുന്നത്. സാക്ഷാൽ സരസ്വതീ ദേവി തന്നെ അദ്ദേഹത്തിൻ്റെ നാവിൽ വന്നരുളി എന്നാണ്, ഇരിക്കാൻ വേണ്ടി തീരുമാനിച്ചു എന്നാണ്. അങ്ങനെയാണ് ഇതിഹാസ ഗ്രന്ഥമായ രാമായണത്തിൻ്റെ ഉദ്ഭവം. ഈ ഒരു കാവ്യാത്മകമായ ഇതിഹാസത്തിൻ്റെ ഭംഗി എന്തെന്നാൽ അത് കേൾക്കുന്നവർ നിലവിൽ ലൗകിക ക്ലേശങ്ങളാൽ ബന്ധിതരാണെങ്കിലും അവരെ മോചനത്തിൻ്റെ പാതയിലേക്ക് നയിക്കും എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഭംഗി. അതായത് സ്വർഗീയമായ അല്ലെങ്കിൽ ദേവലോകത്ത് വസിക്കുന്ന അല്ലെങ്കിൽ ബ്രഹ്മാണ്ടത്തിൽ ഈശ്വരീയമായ വാസസ്ഥാനത്ത് വസിക്കുന്ന അനന്തൻ്റെ അനന്തൻ എന്ന ആ ശയനാവസ്ഥയിൽ അല്ലെങ്കിൽ അനന്തശായിയായി അനന്തൻ്റെ മുകളിൽ പള്ളി കൊള്ളുന്ന അല്ലെങ്കിൽ ചാരിയിരിക്കുന്ന ഭഗവാൻ നാരായണൻ ബ്രഹ്മാവും മറ്റ് ദേവന്മാരും അഭ്യർത്ഥിച്ചതുപോലെ ഭൂമിയിലേക്ക് സ്വയം ഇറങ്ങി വന്ന് ധർമ്മം പുനഃസ്ഥാപിക്കാൻ തീരുമാനിക്കുന്നതാണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെ പശ്ചാത്തലം. സമൂഹത്തിൽ പൊരുത്തക്കേട് ഉണ്ടാക്കുന്ന അധാർമികരായ ആളുകളുടെ ഭാരം കുറയ്ക്കുക എന്നതാണ് യഥാർത്ഥത്തിൽ ദേവീദേവന്മാർ അദ്ദേഹത്തോട് അഭ്യർത്ഥിച്ചത്. ഇപ്പം യഥാർത്ഥത്തിൽ പാൽക്കടലിൽ പള്ളി കൊള്ളുന്ന നാരായണൻ എന്ന് പറയുമ്പോൾ തന്നെ ഇതൊരു കഥാതലത്തിൽ, അതായത് ഇതിഹാസത്തിലും പുരാണങ്ങളിലും നമ്മൾ അങ്ങനെ കാണുന്നുണ്ടെങ്കിൽ പോലും അതിൻ്റെ യഥാർത്ഥ വശം അല്ലെങ്കിൽ അതിൻ്റെ താത്വിക വശം വളരെ രസകരമാണ്. കാരണം നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, ജന്തുശാസ്ത്രം നോക്കിയാൽ, ആധുനിക ശാസ്ത്രത്തിൻ്റെ വീക്ഷണകോണിൽ നോക്കിയാൽ 5 തലയുള്ള പാമ്പ് നിലവിൽ ശാസ്ത്രം കണ്ടെത്തിയിട്ടോ അല്ലെങ്കിൽ ഇതിനു മുൻപ് ജീവിച്ചിരുന്നതായോ ഒരു ശേഷിപ്പുകളും നമ്മൾക്ക് തെളിവായി ലഭിച്ചിട്ടില്ല. അങ്ങനെ നോക്കിയാൽ ഈ ഒരു കഥാപാത്രം തികച്ചും നമ്മളുടെയൊക്കെ ഭാഷയിൽ മിഥ്യയാണ് എന്ന് നമ്മൾ പറയും. അതുപോലെ തന്നെ എങ്ങനെയാണ് ഒരു പാമ്പിൻ്റെ മേലയിൽ ഒരാൾക്ക് റിക്ലൈൻ ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ ശയിക്കാൻ പറ്റുക? ഇങ്ങനെയൊക്കെയുള്ള ബാലിശമായ ചോദ്യങ്ങളും ആക്ഷേപങ്ങളും നമ്മൾ നിരന്തരം കേൾക്കുന്നതാണ്. ഇതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, എപ്പോഴും പുരാണങ്ങളെയും ഇതിഹാസങ്ങളെയും പ്രമാണങ്ങളാക്കി എടുക്കാതെ ആ പ്രമാണങ്ങളിലൂടെ നമ്മളോട് സംവദിക്കാൻ ഉദ്ദേശിച്ച തത്വമാണ് നമ്മൾ അവിടെ സ്വീകരിക്കേണ്ടത്. കാരണം മനുഷ്യൻ്റെ മസ്തിഷ്കത്തിന് നാമരൂപങ്ങളിലൂടെയല്ലാതെ ഒരു തത്വത്തെയും സ്വീകരിക്കാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് പുരാണ ഇതിഹാസ രചനയിൽ ഈ നാമരൂപങ്ങളുടെ സൃഷ്ടി ഉണ്ടായത് പോലും. ഈശ്വരീയമായ ചിഹ്നങ്ങൾ അല്ലെങ്കിൽ വിഗ്രഹങ്ങൾ വിശേഷേണ ഗ്രഹിക്കേണ്ടതാണ് വിഗ്രഹങ്ങൾ. അപ്പോൾ യഥാർത്ഥത്തിൽ നാം ഇന്ന് കാണുന്ന പല ദേവീദേവന്മാരുടെയും ചിത്രങ്ങളും വിഗ്രഹങ്ങളും ഒക്കെ വിശേഷേണ നമ്മൾക്ക് ഗ്രഹിക്കാൻ വേണ്ടി നമ്മുടെ ഋഷീശ്വരന്മാരോ പൂർവികന്മാരായ ആചാര്യരോ അല്ലെങ്കിൽ ആചാര്യന്മാരോ രചിച്ചതോ വരച്ചതോ സൃഷ്ടിച്ചതോ ആണ് എന്നാണ് അതാണ് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. ഈശ്വരൻ മനുഷ്യനാണ് മതങ്ങളെ സൃഷ്ടിച്ചത്, മനുഷ്യനാണ് ഈശ്വരൻ എന്ന അസ്തിത്വത്തെ സൃഷ്ടിച്ചത് എന്ന് പറയുമ്പോൾ
നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈശ്വരൻ എന്നത് അസ്തിത്വമില്ലാത്തതോ നിലവിൽ വസിക്കാത്തതോ ആയ ഒരു അസ്തിത്വമല്ല, അല്ലെങ്കിൽ നിലവിലില്ലാത്ത ഒരു അസ്തിത്വമല്ല. പക്ഷേ ആ അസ്തിത്വത്തെ, നാമരൂപ സങ്കല്പങ്ങൾക്ക് അതീതമായ അസ്തിത്വത്തെ നമ്മൾ സ്വീകരിക്കണമെങ്കിൽ, മനുഷ്യൻ്റെ മസ്തിഷ്കം സ്വീകരിക്കണമെങ്കിൽ അവന് തീർച്ചയായും നാമരൂപങ്ങൾ ആവശ്യമാണ്. അതുകൊണ്ട് മാത്രമാണ് അങ്ങനെയുള്ള ദേവീദേവന്മാരുടെ വിഗ്രഹങ്ങളും ചിത്രങ്ങളും സൃഷ്ടിക്കുവാൻ വേണ്ടി, അല്ലെങ്കിൽ രചിക്കുവാൻ വേണ്ടി, അല്ലെങ്കിൽ ചിത്രീകരിക്കുവാൻ വേണ്ടി നമ്മുടെ ഋഷീശ്വരന്മാർ തയ്യാറായത്. അപ്പോൾ ഇവിടെ മഹാവിഷ്ണുവിൻ്റെ തത്വം എന്താണ്? യഥാർത്ഥത്തിൽ അനന്തം എന്നുള്ളത് ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞ ഇൻഫിനിറ്റി ആണ്. ഇൻഫിനിറ്റി. ഇപ്പം നമ്മൾക്കറിയാം, ഈ 5 തലയുള്ള സർപ്പത്തെ എടുത്തു നോക്കിയാൽ തന്നെ അത് പഞ്ചഭൂതാത്മകമാണ്. അതിൻ്റെ ആ പഞ്ചഭൂതാത്മകതയെ പറയുവാൻ വേണ്ടിയിട്ട് ആണ് അങ്ങനെ ഒരു ചിത്രീകരണം സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ പ്രപഞ്ചം മുഴുവനും പഞ്ചഭൂതാത്മകമായ തത്വങ്ങൾ കൊണ്ട്, അല്ലെങ്കിൽ ഘടകങ്ങൾ കൊണ്ട്, അല്ലെങ്കിൽ മൂലകങ്ങൾ കൊണ്ട് നിർമ്മിതമാണെന്ന് ആധുനിക ശാസ്ത്രം പറയുമ്പോൾ ഋഷീശ്വരന്മാർ അതിനെ ചിത്രീകരിച്ചു കൊണ്ടാണ് സംസാരിക്കുന്നത് എന്ന വ്യത്യാസം മാത്രമേ ഉള്ളൂ. ശാസ്ത്രം അതിനെ സ്റ്റേറ്റ്മെൻറ്റ്സ് ആക്കി പറയുന്ന സമയത്ത് ഋഷീശ്വരന്മാർ അതിനെ കാവ്യാത്മകമായ ചിത്രീകരണങ്ങളിലൂടെ പറഞ്ഞു. ഇത് മാത്രമേ വ്യത്യാസമുള്ളൂ. അപ്പോൾ അങ്ങനെ പഞ്ചഭൂതാത്മകമായ ഈ പ്രപഞ്ചത്തിൽ സൃഷ്ടി, സ്ഥിതി, സംഹാരം എന്നുള്ള അവസ്ഥകൾ അനന്തതയായ ചാക്രികതയിലൂടെയാണ് കടന്നു പോകുന്നത്. ഇതാണ് ഭാരതത്തിൻ്റെ ദർശനം. കാരണം നമ്മുടെ ചരിത്രബോധമോ ബ്രഹ്മാണ്ഡബോധമോ ഒരിക്കലും രേഖീയമല്ല. അത് ചാക്രിക സ്വഭാവമുള്ളതാണ്, ചക്ര സ്വഭാവമുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് മഹാവിഷ്ണുവിനെ യഥാർത്ഥത്തിൽ നമ്മുടെ പ്യുവർ കോൺഷ്യസ്നെസ് ആയിട്ടാണ് ചിത്രീകരിക്കുന്നത്. ആ പ്യുവർ കോൺഷ്യസ്നെസ് ക്രിയേഷനാണ് യഥാർത്ഥത്തിൽ ഇൻഫിനിറ്റി സർക്കിളിലൂടെയുള്ള ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിസ്ഥിതി സംഹാരം. അതിൽ തന്നെ നമുക്ക് ദേവീ മഹാത്മ്യം പോലെയുള്ള ഗ്രന്ഥങ്ങൾ എടുത്തു നോക്കിയാൽ വിഷ്ണുവിൻ്റെ നാഭീകമലത്തിൽ നിന്ന് ബ്രഹ്മാവും ആ ബ്രഹ്മാവിനെ ആക്രമിക്കുന്ന 2 അസുരന്മാരെ കുറിച്ചും നമ്മൾക്ക് ദേവീ മഹാത്മ്യത്തിൽ കാണാം. മധു, ഖൈഡപൻ എന്ന അസുരന്മാർ. ഇതും യഥാർത്ഥത്തിൽ പഞ്ചഭൂതാത്മകമായ പ്രകൃതി സൃഷ്ടി നിർവഹിക്കുന്നത്, അല്ലെങ്കിൽ സൃഷ്ടിയുടെ ആരംഭത്തിൽ, അല്ലെങ്കിൽ സൃഷ്ടി സംബന്ധിയായ ഏറ്റവും പ്രാധാന്യമുള്ള കേവല അടിത്തറയാണ് ത്രിതത്വങ്ങളെന്നും, അല്ലെങ്കിൽ ത്രിഗുണങ്ങളെന്നും, സത്വരജസ്തമോ ഗുണങ്ങളെയാണ് അവിടെ കാവ്യാത്മകമായി നമ്മുടെ ഋഷീശ്വരന്മാർ വരച്ചു കാട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ ആധ്യാത്മിക രാമായണത്തിലും വളരെ അധികം താത്വികമായ, അന്തർലീനമായി കിടക്കുന്ന ധാരാളം തത്വങ്ങൾ, പ്രാപഞ്ചിക തത്വങ്ങൾ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടാകും എന്നുള്ളത് തീർച്ചയാണ്. അങ്ങനെ മഹാവിഷ്ണുവിൻ്റെ അവതാരമായ ശ്രീരാമൻ ദശരഥ ചക്രവർത്തിയുടെ വംശത്തിൽ ജനിച്ച് ലോകത്തിൽ ധർമ്മം പുനഃസ്ഥാപിക്കുന്നതിനായി അവതരിച്ച കഥയാണ് യഥാർത്ഥത്തിൽ രാമായണത്തിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത്. അസുര രാജാവായ രാവണനെ നശിപ്പിച്ച ശേഷം ഭഗവാൻ തൻ്റെ വാസസ്ഥലത്തേക്ക് പിൻവാങ്ങി, അയോധ്യയിലേക്ക്. അങ്ങനെ തൻ്റെ അവതാരത്തിൻ്റെ ഉദ്ദേശം അദ്ദേഹം പൂർത്തീകരിക്കുകയാണ് ചെയ്യുന്നത്. ധർമ്മം സ്ഥാപിക്കാനും ലോകത്ത് ഐക്യത്തിൻ്റെയും ഏകത്വത്തിൻ്റെയും പ്രാധാന്യം പഠിപ്പിക്കുവാനും അദ്ദേഹം അത്തരം 10 അവതാരങ്ങൾ, അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മഹാവിഷ്ണുവിൻ്റെ ദശാവതാരങ്ങൾ എന്ന് പറയുമ്പോൾ മനുഷ്യൻ്റെ പരിണാമവർത്തിയായ സ്വരൂപങ്ങളെയാണ്, അല്ലെങ്കിൽ ജീവൻ്റെ, പ്രകൃതിയിൽ ജീവൻ്റെ പരിണാമ അവസ്ഥയാണ് യഥാർത്ഥത്തിൽ വിഷ്ണുവിൻ്റെ ദശാവതാരങ്ങൾ നമ്മളോട് സംവദിക്കാൻ ശ്രമിക്കുന്നത്. അത് നമ്മൾക്ക് നോക്കിയാൽ തന്നെ അറിയാം. ജലത്തിൽ നിന്ന് ഉത്ഭവിച്ചു വരുന്ന രൂപങ്ങളാണ് വിഷ്ണുവിൻ്റെ ദശാവതാരങ്ങളായി പറയുന്നത്. ഇത് തന്നെ നമ്മൾക്ക് പരിണാമവാദിയായ ചാൾസ് ഡാർവിനും നമ്മളോട് പറഞ്ഞത്. ചാൾസ് ഡാർവിൻ്റെ സിദ്ധാന്തം ലോകത്തിന് മുമ്പിൽ അവതരിപ്പിക്കുന്നതിന് എത്രയോ കാലം മുമ്പേ ഈ പറയുന്ന വൈഷ്ണവ രീതിയിലുള്ള വിഷ്ണുവിൻ്റെ ദശാവതാര സമ്പ്രദായങ്ങൾ ഭാരതീയർ ലോകത്തോട് പറഞ്ഞതാണ്. അപ്പം അതിൻ്റെ അർത്ഥം ഈ പറയുന്ന പ്യുവർ കോൺഷ്യസ് വിഷ്ണു എന്ന് പറയുന്ന ആ ശുദ്ധബോധം മനുഷ്യാകൃതിയുടെ മൂർത്തീകരണം കൈക്കൊള്ളുന്നതിനെയാണ് നമ്മളിവിടെ അവതാരം എന്ന് പറയേണ്ടത്. അല്ലെങ്കിൽ ജീവജാലങ്ങളുടെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അസ്തിത്വത്തിൻ്റെ മൂർത്തിയായി, ഉദാഹരണം മത്സ്യം, കൂർമ്മം, വരാഹം എന്നൊക്കെയുള്ള അസ്തിത്വങ്ങളുടെ മൂർത്തി, ഒരു മൂർത്തിയിലേക്ക് ആ കോൺഷ്യസ്നെസ് വരുന്നതായിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെയാണ് അദ്ദേഹം 10 അവതാരങ്ങൾ സ്വീകരിക്കുന്നത് എന്ന് നമ്മൾ പറയും. ഇനിയിപ്പോൾ അധ്യാത്മരാമായണത്തിൻ്റെ പശ്ചാത്തലം നോക്കുമ്പോൾ അവിടെ ദേവി പാർവതിയും പരമേശ്വരനും തമ്മിലുള്ള സംവാദത്തിലൂടെയാണ് ഇത് ആരംഭിക്കുന്നത് തന്നെ.
നമ്മൾക്കറിയാം യഥാർത്ഥത്തിൽ ഭാരതീയ ദർശനങ്ങളും ദർശന ഗ്രന്ഥങ്ങളും ഒക്കെ എടുത്തു നോക്കിയാൽ നമ്മൾക്ക് കാണാം അവിടെയൊക്കെ രചയിതാവിൻ്റെ പേരിന് പ്രാധാന്യം ഉണ്ടാവില്ല. മിക്ക ഗ്രന്ഥങ്ങളിലും ശാസ്ത്രീയ ഗ്രന്ഥങ്ങളിൽ പോലും ആയുർവേദ ടെക്സ്റ്റുകൾ എടുത്താൽ പോലും അവിടെയൊക്കെ ഇനി താന്ത്രികമായ ടെക്സ്റ്റുകൾ എടുത്തു നോക്കിയാൽ പോലും അവിടെയൊക്കെ നമ്മൾ കാണാൻ സാധിക്കുന്നത് പരമേശ്വരൻ പാർവതിയോട് പറഞ്ഞു, ശിവൻ പാർവതിക്ക് ഉപദേശിച്ചു, അല്ലെങ്കിൽ പാർവതി ശിവന് ഉപദേശിച്ചു. ആഗമങ്ങളും നിഗമങ്ങളും എന്നൊക്കെ നമ്മൾ തന്ത്രത്തിൽ പറയുന്നത് ഇതിനെയാണ്. അപ്പം ഭഗവാൻ പരമേശ്വരൻ പാർവതിക്ക് പറയുന്നതായിട്ടാണ് മിക്ക ഗ്രന്ഥങ്ങളും എഴുതിയിട്ടുള്ളത്. ഇത് തന്നെ ഭാരതം ലോകത്തോട് പറയുന്ന ഏറ്റവും അതിവിശിഷ്ടമായ ഒരു തത്വമാണ്. കാരണം ഏത് ഒരു മഹത്തായ സൃഷ്ടിയും യഥാർത്ഥത്തിൽ ഈ പ്രപഞ്ചത്തിൽ തന്നെ വസിച്ച ജ്ഞാനത്തിൻ്റെ ഭണ്ഡാരത്തിൽ നിന്ന് നമ്മിലേക്ക് ഒഴുകി വന്ന സ്രോതസ്സാണ്. അതുകൊണ്ട് തന്നെ ഭാരതത്തിൻ്റെ ദർശനം ഇദം ന മമ എന്നാണ്. എന്തെങ്കിലും ഒരു ശ്രേഷ്ഠത എന്നിൽ കൈവന്നിട്ടുണ്ടെങ്കിൽ അത് ഈശ്വരീയമായ അനുഗ്രഹത്തിൻ്റെ ഫലമായിട്ടാണ്. അതുകൊണ്ട് ഞാൻ ഏതെങ്കിലും ഒരു വ്യവസ്ഥയിൽ ഉയർന്നു നിൽക്കുന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു സ്ഥാനത്ത് ഉയർന്നിരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം അത് ഈശ്വരീയമായ അനുഗ്രഹമാണ്. അതുകൊണ്ട് തന്നെ ഇദം ന മമ, ഈ ചെയ്യുന്നതൊന്നും ഞാനല്ല, ഞാൻ എന്ന വ്യക്തിയോ അസ്തിത്വവുമല്ല, നേരെ മറിച്ച് അതെല്ലാം ഈശ്വരീയമായ തീരുമാനങ്ങളാണ് എന്ന് ലോകത്തിനോട് ഈ പറയുന്ന കാലം മുതൽ ലോകചരിത്രം എടുത്തു നോക്കിയാൽ എല്ലാ ഗ്രന്ഥങ്ങളിലും നമ്മൾക്ക് കാണുവാൻ സാധിക്കും. ഈവൻ നമ്മൾ വേദങ്ങൾ എടുത്തു നോക്കിയാൽ പോലും മന്ത്രത്തിൻ്റെ ഋഷികളുടെ പേര് നമ്മൾ എടുത്തു നോക്കിയാൽ ഋഷിമാരുടെയും ഋഷികകളുടെയും അവരുടെ പേരുകൾ ശ്രദ്ധിച്ചു നോക്കിയാൽ നമ്മൾക്ക് കാണാൻ പറ്റും ആ മന്ത്രത്തിൻ്റെ പേര് തന്നെയായിരിക്കും. നാരായണ ഋഷി, ഗണക ഋഷി, ഗണപത്യ മന്ത്രത്തിന് ഗണക ഋഷി. തീർച്ചയായും നമ്മൾക്കറിയാം അതായിരിക്കില്ല ആ അദ്ദേഹത്തിൻ്റെ പേര്. ഇപ്പോൾ ദേവീ സൂക്തം എടുത്തു നോക്കിയാൽ വാഗംബ്രിണി ഋഷിക, അംബ്രിണി മഹർഷിയുടെ മകൾ വാക്ക് എന്നാണ് ആ ഋഷികയുടെ പേര്. തീർച്ചയായും നമ്മൾക്കറിയാം എന്തായാലും അങ്ങനെ ഒരു പേരായിരിക്കില്ല ആ ഒരു മഹാത്മാവിന് ഉണ്ടായിട്ടുണ്ടാവുക. പക്ഷേ ഏത് ദേവതയോ ആണോ ദർശനം അല്ലെങ്കിൽ വെളിപ്പെട്ട് വന്നത്, ഏത് ശ്രുതിയാണോ വെളിപ്പെട്ട് വന്നത്, ആ ശ്രുതിയോട് സാമ്യമുള്ള നാമമാണ് അവിടെ എഴുതി വയ്ക്കുക. അപ്പോൾ ഇങ്ങനെ ഏതൊരു സൃഷ്ടിക്കും തൻ്റെതായ കാരകത്വം അവകാശപ്പെടാത്ത ഒരു ജനതയാണ് യഥാർത്ഥത്തിൽ ഭാരതീയർ, അല്ലെങ്കിൽ ഒരു സംസ്കാരമാണ് ഭാരതീയരുടേത്. അതുകൊണ്ട് തന്നെ ഇവിടെയും രാമായണം ആരംഭിക്കുന്നത് മുതലും ഭഗവാൻ ശിവനും ഭഗവതി പാർവതിയും തമ്മിലുള്ള സംവാദം തന്നെയാണ്, അല്ലെങ്കിൽ സംഭാഷണം തന്നെയാണ്. ഭഗവാൻ പരമേശ്വരൻ്റെ വാസസ്ഥലം കൈലാസമാണ് അല്ലേ? ധ്യാനത്തിൻ്റെയും പരമമായ അറിവിൻ്റെയും മൂർത്തിഭാവമാണ് അദ്ദേഹം, അല്ലെങ്കിൽ മൂർത്തിഭാവമായാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ശ്രീരാമൻ്റെ അവതാരത്തിന് പിന്നിലെ തത്വം വിശദീകരിക്കാൻ അദ്ദേഹത്തിൻ്റെ പത്നിയായ പാർവതി അദ്ദേഹത്തോട് ആദരപൂർവ്വം ആവശ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ഇവിടെയും ശിവൻ പാർവതി എന്ന രണ്ട് അസ്തിത്വം വരുന്ന സമയത്ത് താത്വികമായി നമ്മൾ അതിനെ നിർവചിക്കുമ്പോൾ ഇന്ദ്രിയ ബോധം ഉള്ള നമ്മുടെ ഒരു മനസ്സ്, ഇന്ദ്രിയാവബോധമുള്ള നമ്മുടെ മനസ്സ്, നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള ശുദ്ധബോധം അല്ലെങ്കിൽ മനസാക്ഷി അല്ലെങ്കിൽ ആത്മചൈതന്യം എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന ആ ഒരു ബോധത്തോടാണ്, ആ ഒരു അവബോധത്തോടാണ് ചോദിക്കുന്നത്. അതായത് ഈ ലോകത്തെ എൻ്റെ 5 ഇന്ദ്രിയങ്ങളിലൂടെ അനുഭവിക്കുന്ന എൻ്റെ മനസ്സ്, അതിലൂടെ ഉണ്ടായി വരുന്ന എൻ്റെ മനസ്സ്, അതിനെയാണ് നമ്മൾ ജാഗ്രതാബോധം എന്ന് വിളിക്കുക. അപ്പോൾ ഈ ജാഗ്രതാബോധം അല്ലെങ്കിൽ ഇന്ദ്രിയാവബോധം, ഇതാണ് നമ്മൾ ഭഗവത്ഗീതയിൽ അർജുനൻ എന്ന കഥാപാത്രത്തെ താത്വികമായി അവലോകനം ചെയ്താൽ കിട്ടുന്ന തത്വം. ഇപ്പോൾ യഥാർത്ഥത്തിൽ അർജുനൻ ആരാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ ഇന്ദ്രിയ അവബോധമാണ്. ശ്രീകൃഷ്ണൻ ആരാണ് എന്ന് ചോദിച്ചാൽ അത് ഈ പറയുന്ന നമ്മളിലെ ആത്മാവബോധമാണ്, അല്ലെങ്കിൽ ഏറ്റവും ഉയർന്ന ശുദ്ധ അവബോധമാണ്. ദ ഹയർ കോൺഷ്യസ്നെസ് ഇന്നസ്, മറ്റത് ഈ പറയുന്ന ലോവർ കോൺഷ്യസ്, സബ് കോൺഷ്യസ് ഇന്നസ് എന്ന് പറയാം. ഇതാണ് ഇവിടെ പാർവതിയും പരമേശ്വരൻ എന്ന് പറയുമ്പോൾ പാർവതി എന്നുള്ളത് ഇന്ദ്രിയ അവബോധവും പരമേശ്വരൻ എന്നുള്ളത് ശുദ്ധബോധവുമാണ്. അങ്ങനെ ഈ ശുദ്ധബോധം അല്ലേ, ഈ ശുദ്ധബോധമായ അതുകൊണ്ടതാണ് ഭഗവാൻ പരമേശ്വരൻ്റെ വാസസ്ഥലം കൈലാസം എന്നുള്ളത്. നമ്മുടെ ശരീരം എടുത്തു നോക്കിയാൽ, നമ്മുടെ ഇപ്പോൾ രാജ്യം എടുത്തു നോക്കിയാൽ ഹിമാലയത്തിലാണെന്ന് നമ്മൾ പറയുന്ന പോലെ ഏറ്റവും ഉത്തംഗ ശൃംഗത്തിലാണ് ശിവൻ വസിക്കുന്നത് എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ
ശരീരം എടുത്തു നോക്കിയാലും അത് നമ്മുടെ പ്രജ്ഞ ഇരിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിൻ എന്താ പറയുക നമ്മുടെ തലച്ചോറ് ഇരിക്കുന്ന ആ സ്ഥലത്തെയാണ് കൈലാസം എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം ഇവിടെയും ശ്രീരാമൻ്റെ അവതാരത്തിന് പിന്നിലെ തത്വം വിശദീകരിക്കാൻ അദ്ദേഹത്തിൻ്റെ പത്നിയായ പാർവതി അദ്ദേഹത്തോട് ആദരപൂർവ്വം ആവശ്യപ്പെടുന്നതാണ് കഥാപശ്ചാത്തലം. തത്വചിന്താ സിദ്ധാന്തങ്ങളെയും അവയുടെ അനുഷ്ഠാനത്തെയും കുറിച്ചുള്ള വിശദമായ ഒരു പ്രഭാഷണമാണ് പാർവതി ശിവനോട് ആവശ്യപ്പെടുന്നത്. ആത്യന്തിക മോചനത്തിലേക്ക് നയിക്കുന്ന ഭക്തി, ധ്യാനം, യോഗ, അതുപോലെ കർമ്മപാതകൾ, ഇതിലൂടെയൊക്കെ ഈശ്വരനെ സമീപിക്കുന്നതിനുള്ള വിവിധ പാതകളുടെ ഈ പറയുന്ന വിവിധ ധ്യാനം, യോഗശാസ്ത്രം, കർമ്മപാതകൾ, ഇതിലൂടെയൊക്കെ സഞ്ചരിച്ചു കൊണ്ട് ഈശ്വരനെ സമീപിക്കുന്നതിനുള്ള വിവിധ വഴികൾ, ആ വഴികളുടെ സവിശേഷത അറിയാൻ വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ അവൾ ആഗ്രഹിച്ചത്. ഒരു സമൂഹമായി ആളുകൾക്ക് ജീവിക്കാനുള്ള ഏറ്റവും നല്ല വഴികളും സമൂഹത്തിലെ ഒരു വ്യക്തിയുടെ ആദർശപരമായ പെരുമാറ്റം അറിയുവാനും അവൾ അതിയായി ആഗ്രഹിക്കുന്നു. എങ്ങനെയാണ് ഒരു കുലത്തെ, സമൂഹം എന്ന് പറയുമ്പോൾ ആധ്യാത്മിക ഭാഷയിൽ ഒരു കുലത്തിലെ ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു വംശം, ആ ത്രേതായുഗം ആയതുകൊണ്ട് നമ്മൾ കുലം എന്ന് പറയുന്നതിനേക്കാൾ വംശം എന്ന് പറയും. അപ്പോൾ ഒരു വംശത്തിലെ ഒരു വ്യക്തിയുടെ ആദർശപരമായ പെരുമാറ്റവും അറിയാൻ, അത് എന്തിനു വേണ്ടിയിട്ട്? അത് ഈ പറയുന്ന പോലെ ഒരു സമൂഹം, ഒരു വംശമായ ആളുകൾക്ക് ജീവിക്കാനുള്ള ഏറ്റവും നല്ല വഴികൾ അറിയണം. അതുപോലെ ആ വംശത്തിലെ ഒരു വ്യക്തിയുടെ ആദർശപരമായ പെരുമാറ്റം അറിയാനും പാർവതി ദേവി ആഗ്രഹിക്കുന്നു. ദാനധർമ്മവും സേവനമനുഷ്ഠിക്കുന്നതിൻ്റെ ഫലങ്ങൾ എന്തൊക്കെയാണ് എന്നറിയണം. വിവിധ ചിന്താധാരകൾ എന്തൊക്കെയാണ്, ദർശനങ്ങൾ എന്തൊക്കെയാണ്, മനുഷ്യ ജീവിതത്തിൻ്റെ ലക്ഷ്യങ്ങൾ യഥാർത്ഥത്തിൽ എന്തൊക്കെയാണ്. അവസാനം തൻ്റെ പരമേശ്വരനായ ഭർത്താവിനോട് ഈ വിശാലമായ അറിവിൻ്റെ സമുദ്രത്തെക്കുറിച്ച് പഠിപ്പിക്കാൻ അവൾ വളരെ താഴ്മയോടെ അപേക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അവൾ ഈ പറയുന്ന ചോദ്യങ്ങൾ അദ്ദേഹത്തോട്, ഇത്രയും ചോദ്യങ്ങളാണ് ഭഗവാനോട്, പരമേശ്വരനോട് ചോദിക്കുന്നത്. അവൾ തന്നെ അതിന് യോഗ്യനാണ് അല്ലെങ്കിൽ യോഗ്യയാണ് എന്ന് കരുതുന്നുണ്ടെങ്കിൽ മാത്രം, ശിവനോട് പറയുന്നുണ്ട്, അങ്ങനെ എനിക്ക് ഇത് ഗ്രഹിക്കുവാനുള്ള യോഗ്യത ഉണ്ടെങ്കിൽ മാത്രം ഭഗവാൻ ശ്രീരാമൻ്റെ കഥ കേൾക്കാൻ എനിക്ക് ആകാംക്ഷയുണ്ട്. അത് പറയാൻ ഇത്ര യോഗ്യനായ, എനിക്കിത് പറഞ്ഞു തരാൻ ഇത്ര യോഗ്യനായ വേറൊരു ആളെയും ഞാൻ കാണുന്നില്ല. ഇവിടെ ഈ ഒരു സംഭാഷണത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരുപാട് തത്വങ്ങളുണ്ട്. കാരണം ഒരു ഗുരു ശിഷ്യർക്ക് ഉപദേശിച്ചു കൊടുക്കുന്ന തത്വം ശിഷ്യൻ സ്വീകരിക്കാൻ യോഗ്യത ഉണ്ടാവണം എന്നാണ് ഇവിടെ പാർവതി പറഞ്ഞു വെക്കുന്നത്. കാരണം നമ്മൾക്കറിയാം അല്ലേ, പാത്രം അറിഞ്ഞു വിളമ്പണം. കാരണം അല്ലെ, നമ്മൾക്ക് തന്നെ അറിയാം, ഇപ്പോൾ ദ്രാവകം ഒരു കടലാസിൽ നമുക്ക് ദ്രാവകം പകരാൻ സാധിക്കില്ല. എന്തുകൊണ്ടാണ്? കാരണം കടലാസിന് ദ്രാവകത്തെ ഹോൾഡ് ചെയ്യാനുള്ള ശക്തിയില്ല. അതുപോലെ തന്നെയാണ് പ്രജ്ഞകൾക്കും. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, എങ്ങനെയാണോ വിദ്യ പകരേണ്ടത്, ആ പകർന്ന് കിട്ടേണ്ട ആളുടെ പാത്രഗുണം ഉറപ്പാക്കി വേണം ഒരു ഗുരുനാഥൻ വിദ്യ പകരുവാൻ. രണ്ടാമത് പറഞ്ഞു വെക്കുന്ന തത്വം എന്താണ്? രണ്ടാമത് പറഞ്ഞു വെക്കുന്ന തത്വം യഥാർത്ഥത്തിൽ ഈ പറയുന്ന വിശാലമായ അറിവിൻ്റെ സമുദ്രത്തെ ഇത്രയും ആധികാരികമായി പറയുവാൻ യോഗ്യനായ മറ്റാരെയും കാണുന്നില്ല എന്നാണ്. അപ്പോൾ ഗുരുസ്ഥാനീയനായി സ്വന്തം ഭർത്താവിനെ തന്നെയാണ് പാർവതി സങ്കല്പിക്കുന്നത്. ഗുരുപരമ്പരയെ നമ്മൾക്ക് എടുത്തു നോക്കിയാൽ, ഗുരുപരമ്പര ഭാരതീയ ദർശനങ്ങൾ പ്രകാരം ഗുരുപരമ്പര ആരംഭിക്കുന്നത് തന്നെ ആദിനാഥനായ ആ ശിവഭഗവാനിൽ നിന്നാണ്. ദക്ഷിണാമൂർത്തി സമ്പ്രദായം എന്ന് നമ്മളൊക്കെ വിളിക്കുന്ന ആ പരമപവിത്രമായ ഗുരുപരമ്പരാ സമ്പ്രദായം തുടങ്ങുന്നത് തന്നെ പരമേശ്വരനിൽ നിന്നാണ്, ആദിനാഥനായ ശിവനിൽ നിന്നാണ്. അപ്പോൾ ഇവിടെയും നോക്കൂ, അധ്യാത്മരാമായണം ആരംഭിക്കുന്നത് ഗുരുവിനെ സ്മരിച്ചു കൊണ്ടാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ പാർവതീദേവിയുടെ അപേക്ഷയിൽ സന്തുഷ്ടനായ ഭഗവാൻ അവളോട് പറയുന്നത്, അതെ, ഞാൻ സന്തോഷത്തോടെ അത് അനുസരിക്കാം. അങ്ങയുടെ നോക്കൂ, പുരാതന ഭാരതത്തിൻ്റെ സന്ദേശം ലോകത്തോട് ഭാര്യ ഭർത്താവിനോട് ചോദിക്കുന്നതിന് ഭർത്താവ് പറയുന്ന ഉത്തരം സന്തോഷത്തോടെ ഭാര്യയുടെ അപേക്ഷ എന്നല്ല ഇവിടെ പറയുന്നത്, ആജ്ഞയായിട്ടാണ്. അത് ഞാൻ അനുസരിക്കാം. പാർവതി, നിങ്ങളുടെ അഭ്യർത്ഥന വളരെ പ്രസക്തമാണ്. എന്നോട് ഈ കാര്യങ്ങൾ ആദ്യമായി ചോദിക്കുന്നത് പാർവതിയാണ്. അപ്പോൾ ആ ചോദ്യങ്ങൾ,
ആദ്യമായി ചോദിക്കുന്നത് പാർവതി നീയാണ്. നീ എത്രമാത്രം ഭക്തയാണ് എന്നെനിക്കറിയാം. ഗുരുക്കന്മാർക്കും ദേവന്മാർക്കും നീ ചെയ്യുന്ന സേവനങ്ങൾക്ക് സമാനതകളില്ലാത്തതാണ്. ശ്രീരാമൻ്റെ അവതാരത്തിന് പിന്നിലുള്ള തത്വം ഒരു ദിവ്യമായ രഹസ്യമാണ്. അത് കേൾക്കാൻ യോഗ്യരായവർക്ക് മാത്രമേ അത് പകർന്നു നൽകുവാൻ കഴിയൂ. ഞാനും ശ്രീരാമൻ്റെ ഒരു യഥാർത്ഥ ഭക്തനാണ്. അതിനാൽ അദ്ദേഹത്തിൻ്റെ അനുഗ്രഹത്താൽ ഞാൻ ശ്രീരാമ അവതാരത്തിൻ്റെ കഥ നിങ്ങളോട് പറയാൻ പോകുന്നു. അപ്പോൾ ഇവിടെ യഥാർത്ഥത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അല്ലെങ്കിൽ ഇനി പുരോഗമിക്കുമ്പോൾ ശ്രീരാമനും സീതാദേവിയും കഥ ആരംഭിക്കുന്ന ഒരു രീതി, അല്ലെങ്കിൽ ഏറ്റവും ശ്രേഷ്ഠമായ രീതി, ശ്രീരാമനും സീതാദേവിയെയും ഹനുമാനെയും അയോധ്യയിലുള്ള അവരുടെ ആ ഒരു പശ്ചാത്തലം വിവരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ആ ഒരു സന്ദർഭം വിവരിച്ചുകൊണ്ട് നമുക്ക് പ്രയാണം ആരംഭിക്കാം. ലങ്കയിൽ വാനരന്മാരുടെ ഒരു വലിയ സൈന്യത്തിൻ്റെ സഹായത്തോടെയാണ് ശ്രീരാമചന്ദ്രൻ അസുര രാജാവായ രാവണനെ വധിക്കുന്നത്. ആ ശ്രീരാമൻ രാവണനെ വധിച്ച ആ ശക്തമായ യുദ്ധത്തിന് ശേഷം അവർ അയോധ്യയിലേക്ക് മടങ്ങുന്നു അല്ലേ. അങ്ങനെ ശ്രീരാമനെ രാജാവായും സീതാദേവി രാജ്ഞിയായും കിരീട ധാരണം ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെ കൊട്ടാര സദസ്സിൽ എല്ലാ പ്രമുഖ പൗരന്മാരും സമീപത്തുള്ള രാജ്യങ്ങളിൽ നിന്ന് വന്ന നിരവധി പ്രത്യേക അതിഥികളുമൊക്കെ ഉണ്ടായ സന്നിഹിതമായ ആ അവസരത്തിൽ ലങ്കയിൽ നിന്ന് തിരികെ വന്ന വാനര സൈന്യവും യോദ്ധാക്കളുടെയും ഒരു സംഘവും ഒക്കെ കൊട്ടാരത്തിൽ ഉണ്ടായിരുന്ന സമയം രാജാവായ ശ്രീരാമനും രാജ്ഞി പട്ടത്തിൽ, അല്ലെങ്കിൽ പട്ടമഹിഷിയായ സീതാദേവിയും വിലയേറിയ രത്നങ്ങൾ പോലെ അവിടെ ആ സിംഹാസനത്തിൽ ഇങ്ങനെ വിരാജിക്കുകയാണ്, തിളങ്ങി നിൽക്കുകയാണ്. ഭൗതികമായതും അതുപോലെ തന്നെ ആത്മീയമായും തൻ്റെ യജമാനനായ ചക്രവർത്തിയുടെ ആ ദിവ്യമായ ഈശ്വരീയമായ സഞ്ചാരക്രമത്തിൽ, അല്ലെങ്കിൽ ആ ഗതിയിൽ മയങ്ങി ഹനുമാനും അവിടെ അവരുടെ സമീപം നിൽക്കുകയാണ്. ശ്രീരാമൻ സീതാദേവിയോട് വളരെ സ്നേഹപൂർവ്വം പറയുകയാണ്, നീ ഹനുമാനെ ദർശിച്ചില്ലേ, അല്ലെങ്കിൽ കണ്ടിട്ടില്ലേ? അവൻ എപ്പോഴും എന്നിലും നിന്നിലുമുണ്ട്. കാരണം അവൻ്റെ ഹൃദയം നമ്മോടുള്ള ഭക്തിയാൽ നിറഞ്ഞിരിക്കുകയാണ്. പരമമായ ദിവ്യജ്ഞാനമൊഴികെ മറ്റൊന്നിലും അവന് താല്പര്യമില്ല. ഭൗതിക സമ്പത്തിനോടുള്ള ആഗ്രഹമില്ലാത്ത ഉന്നതമായ ഒരു ഭക്തനായ സാധകനാണ് അദ്ദേഹം. ഒരു കളങ്കവുമില്ലാത്ത ബ്രഹ്മചാരിയായ യോഗിയാണ് അദ്ദേഹം. ഈ ലോകത്ത് നമ്മുടെ അവതാരത്തിന്, അല്ലെങ്കിൽ ആവിർഭാവത്തിന് പിന്നിലെ ദിവ്യ രഹസ്യം സ്വാംശീകരിക്കാൻ അദ്ദേഹം തയ്യാറാണ്. അതായത് എൻ്റെ അവതാരത്തിന് പിന്നിലുള്ള ആ ദിവ്യ രഹസ്യം തന്നിലേക്ക് സ്വീകരിക്കാൻ അദ്ദേഹം തയ്യാറാണ്. പൂർണ്ണമായും അതിന് സന്നിഹിതനുമാണ്. അത്തരം അറിവ് പകരാൻ അദ്ദേഹത്തെക്കാൾ മികച്ച ഒരു ശിഷ്യനെ നിങ്ങൾക്ക്, അല്ലെങ്കിൽ പാർവതിയോട് പറയാനാണ്, താങ്കൾക്ക് കണ്ടെത്താനാവില്ല. അപ്പോൾ എന്തുകൊണ്ട് നിങ്ങൾ ആ സാധകനെ ഉപദേശിച്ചുകൂടാ, വിദ്യ പകർന്നു നൽകിക്കൂടാ എന്ന് പാർവതിയോട് പറയുകയാണ്. ഹനുമാനെ ഉപദേശിക്കാനുള്ള ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ അഭ്യർത്ഥനയിൽ സീതാദേവി ആവേശഭരിതയായിട്ട് പറയുകയാണ്. അപ്പോൾ ഇവിടെ സീതാദേവിയോടാണ് ആദ്യം ഹനുമാനെ ഉപദേശിക്കാൻ പറയുന്നത്, അതായത് വിദ്യോപദേശമാണ്. ഓ മരുത്തിൻ്റെ പുത്ര എന്നാണ് സംബോധന ചെയ്യുന്നത് അല്ലേ. മരുദ്ഗണങ്ങൾ എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾക്കറിയാം, നമ്മളുടെ പ്രാണൻ്റെ വ്യത്യസ്ത മാനങ്ങളാണ് യഥാർത്ഥത്തിൽ. ജീവവായുവിൻ്റെ ദേവ പ്രാണൻ തന്നെയാണ് ഹനുമാൻ, പ്രാണചൈതന്യമാണ് യഥാർത്ഥത്തിൽ അല്ലേ. വായുപുത്രൻ, അതായത് ഈ അന്തരീക്ഷമാകുന്ന ആ വായു ഗണങ്ങളിൽ നിന്ന് അതിൻ്റെ പുത്രനായി നമ്മൾക്കെല്ലാവർക്കും, എല്ലാ ഭൂമിയിലെ ജീവജാലങ്ങൾക്കും ശക്തി പകരുന്ന, ഓജസ് പകരുന്ന, അല്ലെങ്കിൽ അവരുടെയൊക്കെ ജീവാത്മാവ് ആ ശരീരത്തിൽ വസിക്കാൻ കാരണക്കാരനാവുന്ന പ്രാണവായുവാണ് യഥാർത്ഥത്തിൽ ഹനുമാൻ എന്നാണ് ഇവിടെ ഈ സംബോധനയിൽ തന്നെ നമുക്ക് മനസ്സിലാവുന്നത്. ഈ അറിവ് ഉൾക്കൊള്ളാൻ ഏറ്റവും അർഹതയുള്ള ഭക്തനാണല്ലോ നീ എന്ന് ഹനുമാനോട് പറയുകയാണ്. എനിക്കറിയാം, ആത്യന്തികമായ യാഥാർത്ഥ്യമാണ് ബ്രഹ്മം, സച്ചിദാനന്ദം, അതായത് അസ്തിത്വബോധം ആനന്ദമാണെന്ന് ദയവായി അങ്ങ് മനസ്സിലാക്കുക എന്ന് ഹനുമാനോട് പറയുകയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ നിങ്ങളും ഞാനും അടങ്ങുന്ന എല്ലാ ജീവജാലങ്ങളും ആരാണ്? സത്ത് ചിത്ത് ആനന്ദമാണ്, സച്ചിദാനന്ദം. അപ്പോൾ ആ അസ്തിത്വബോധം
യഥാർത്ഥത്തിൽ ആനന്ദമാണ്, നിങ്ങളും ഞാനും യഥാർത്ഥത്തിൽ ആനന്ദമാണ് എന്ന് ദയവായി മനസ്സിലാക്കുകയെന്ന് പ്രാണനോട് പറയുകയാണ് സീതാദേവി. അത് ഏതൊരു ചാഞ്ചാട്ടത്തിനും അതീതമാണ്. അതായത് നമ്മുടെയൊക്കെ ഉള്ളിൽ വസിക്കുന്ന യഥാർത്ഥ ബ്രഹ്മചൈതന്യം, ആത്മചൈതന്യം, അത് ഒരു ചാഞ്ചാട്ടത്തിനും എന്താ പറയുക അതീതമാണ്. അല്ലെങ്കിൽ ഏതൊരു ചാഞ്ചാട്ടത്തിനും അതീതമായി വർത്തിക്കുന്ന ഒരു ശക്തിവിശേഷമാണ് നമ്മുടെ ഉള്ളിൽ. ആ ശക്തിവിശേഷത്തിൻ്റെ പ്രകൃതമാണ് സദാ ആനന്ദം, സച്ചിദാനന്ദം അവസ്ഥ. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും പറയാ ചിദാനന്ദ സ്വരൂപ ശിവോഹം ശിവോഹം എന്ന്. അപ്പം അങ്ങനെ ഈ പറയുന്ന ബ്രഹ്മചൈതന്യം അത് നിർവചിക്കാനാവാത്തതാണെന്ന് സീതാദേവി പറയുന്നു. വാക്കുകൾക്ക് അത് വിശദീകരിക്കാൻ സാധ്യമല്ല. അതിനും വാക്കുകൾക്ക് അതീതമാണ് ആ ചൈതന്യം, ബ്രഹ്മചൈതന്യം. സാധാരണ ആശയവിനിമയ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് ഒരാൾക്ക് അതിൻ്റെ സാരാംശം പറഞ്ഞു കൊടുക്കുവാൻ നമ്മൾക്ക് സാധ്യമല്ല. ബ്രഹ്മത്തെ വിശദീകരിക്കുമ്പോൾ എല്ലാവർക്കും വരുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണ് ഈ ഒരു വെല്ലുവിളി. ആധുനിക ടേംസ് ഉപയോഗിച്ച് ബ്രഹ്മത്തെ വിശദീകരിക്കാൻ വളരെ പ്രയാസമാണ്. അതുകൊണ്ട് തന്നെ ഒരാൾക്ക് അതിൻ്റെ സാരാംശം പറഞ്ഞു കൊടുക്കാൻ വളരെ ടഫസ്റ്റ് ചാലഞ്ചാണ്. കാരണം ബ്രഹ്മത്തിന് തുടക്കമില്ല എന്ന് പറയും. അത് അജയാണ്, ജനിച്ചതല്ല, ഇത് ഉണ്ടാവുന്ന സമയത്തെ ഇവിടെ ഉള്ളതാണെന്ന് പറയും. അതുകൊണ്ട് തന്നെ അതിന് അവസാനവുമില്ല എന്ന് പറയും. 3 ലോകങ്ങളിലെയും 3 കാലഘട്ടങ്ങളായ ഭൂത, വർത്തമാനം, ഭാവി എന്നതിൽ ഒന്നും അതിനെ ബാധിക്കില്ല. അതായത് കാലാതീതമാണെന്നാണ്. ഇപ്പം നിങ്ങളും ഞാനുമൊക്കെ കാലങ്ങൾക്ക് ഉള്ളിൽ ജീവിക്കുന്നതാണ്. കാരണം മായയുടെ 5 കഞ്ചുകങ്ങൾക്കുള്ളിലാണ് നമ്മൾ. അതുകൊണ്ടാണ് നമ്മൾക്കൊക്കെ ആയുസ്സുള്ളത്. പക്ഷെ ബ്രഹ്മചൈതന്യം കാലാതീതമാണ്, ഭൂതം ഭാവി വർത്തമാനത്തിന് അതീതമായി വർത്തിക്കുന്നതാണ്. ശ്രീരാമൻ ആ പരമയാഥാർത്ഥ്യമല്ലാതെ മറ്റൊന്നുമല്ല എന്ന് സീതാദേവി പറയുകയാണ്. ഇപ്പോൾ അദ്ദേഹം രാജാവായും നിങ്ങളുടെ യജമാനനായും, അതായത് പ്രാണന്റെ യജമാനനായും എൻ്റെ ഭർത്താവായും നിങ്ങളുടെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ശ്രീരാമൻ ആരാണ് എന്നാണ് യഥാർത്ഥത്തിൽ സീതാദേവി ഹനുമാന് ഉപദേശിക്കുന്നത്. ഇനി സീതാദേവി ദേവിയെക്കുറിച്ച് പറയുന്നു. എന്നെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പറയട്ടെ, ഞാൻ പ്രകൃതിയും അല്ലെങ്കിൽ ഈ കാണുന്ന ബ്രഹ്മാണ്ടവുമാണ്, ഭൗതികമായ അടിത്തറയും എല്ലാത്തിൻ്റെയും കാരണവുമാണ്, എല്ലാത്തിൻ്റെയും സൃഷ്ടാവാണ് ഞാൻ. പക്ഷെ എൻ്റെ കഴിവ് പ്രകടിപ്പിക്കാൻ പരമമായ യാഥാർത്ഥ്യമായ ശ്രീരാമൻ്റെ സാന്നിധ്യം എനിക്ക് ആവശ്യമാണ്. സൃഷ്ടികൾ സംഭവിക്കാൻ ഭഗവാൻ സ്വയം മാറുന്നില്ല യഥാർത്ഥത്തിൽ. ഇതറിയാതെ, അതായത് സൃഷ്ടികൾ സംഭവിക്കാൻ വേണ്ടി ഭഗവാൻ അല്ലെങ്കിൽ ഈശ്വരൻ സ്വയം മാറാതെ, സ്വയം അസ്തിത്വം മാറ്റാതെ ആണ് എല്ലാ സൃഷ്ടികളും നടത്തുന്നത്. പക്ഷേ ഇത് സാധാരണക്കാരായ നമ്മൾക്കതറിയില്ല. സൃഷ്ടി സംഭവിക്കാൻ വേണ്ടി ഭഗവാൻ സ്വയം മാറില്ലെന്ന് അറിയാതെ സൃഷ്ടിക്കപ്പെട്ട വസ്തുക്കൾ ഭഗവാന്റെ ഭാഗമാണെന്ന് ആളുകൾ അവരുടെ അജ്ഞത കാരണം ധരിച്ചു വെച്ചിരിക്കുകയാണെന്ന് സീതാദേവി പറയുക. അതായത് ഈ പ്രപഞ്ചത്തിൽ സൃഷ്ടിക്കപ്പെട്ടതെല്ലാം ഭഗവാനായ ആ പരമാത്മ ചൈതന്യം സ്വയം ഓരോ രൂപമെടുത്ത് വരുന്നതല്ല. പകരം അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കുന്നത് ഈ പ്രപഞ്ചത്തിൽ സൃഷ്ടിക്കപ്പെട്ടതെല്ലാം ഭഗവാന്റെ ഭാഗമാണെന്ന് അജ്ഞത കാരണം ആളുകൾ പറയുന്നു എന്നാണ്. എല്ലാം സംഭവിക്കാൻ അവൻ്റെ സാന്നിധ്യം മാത്രമേ വേണ്ടുള്ളൂ. ഈ എല്ലാ സൃഷ്ടികൾ സംഭവിക്കാനും ആ ഈശ്വരൻ്റെ സാന്നിധ്യം മാത്രം മതി. ഈശ്വരൻ സ്വയം ഇതിലേക്ക് വന്ന് കൂടണം എന്ന ധാരണ സനാതന ദർശനങ്ങൾക്കില്ല. ഇപ്പോൾ ദിവ്യമായ ജ്ഞാനത്തിൽ പൂർണ്ണമായും മുഴുകിയിരിക്കുന്നവർക്ക് മാത്രമേ ഈ രഹസ്യം അറിയൂ. കാരണം ബ്രഹ്മചൈതന്യം പൂർണ്ണമായും ഇറങ്ങി വന്ന് ഒരു പ്രത്യേക രൂപം സ്വീകരിച്ച് ഇതൊക്കെ ചെയ്യണം എന്നില്ല. ഉദാഹരണം അല്ലെങ്കിൽ ഇതിനെ വളരെ വ്യക്തമായി പറയാൻ ബ്രഹ്മത്തിന് നിർഗുണ പരബ്രഹ്മം എന്നാണ് നമ്മൾ വിളിക്കുക. നിർഗുണമാണ്, ഗുണത്തിൻ്റെ ആവശ്യമില്ല, ആയുസ്സിൻ്റെ ആവശ്യമില്ല, അതിന് പ്രത്യേകം ഒരു രൂപം, നിരാകാരനാണെന്ന് നമ്മൾ പറയും. പ്രത്യേക രൂപം ആവശ്യമില്ല ഈശ്വരന്. അതുകൊണ്ട് തന്നെയാണ് ഈശ്വരൻ്റെ ഗുണഗണങ്ങൾ നമ്മൾ പറയുമ്പോൾ ഈ പറയുന്ന നിർഗുണ നിരാകാര സ്വരൂപിയാണ് ഈശ്വരൻ എന്ന് പറയും. പക്ഷെ ഈശ്വരൻ്റെ അവതാരങ്ങളൊക്കെ സഗുണ സാകാര അസ്തിത്വങ്ങളാണ്. അതായത് ഇപ്പം ശ്രീരാമന് ഒരു ഗുണമുണ്ട്, പുരുഷോത്തമനാണ്, അതാണ് ശ്രീരാമൻ്റെ ഗുണം. ശ്രീകൃഷ്ണൻ്റെ ഗുണം വേറൊന്നാണ്. അങ്ങനെ ഓരോ അവതാരങ്ങളുടെ ഗുണം അതാത് അവതാരങ്ങൾക്കുണ്ട്. അപ്പോൾ ഗുണത്തോടു കൂടിയാണ് അദ്ദേഹം വരുന്നത്. അപ്പോൾ ഈശ്വരൻ
നിർഗുണ നിരാകാരനാണെങ്കിൽ അദ്ദേഹം സ്വീകരിക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹം സൃഷ്ടിക്കുന്ന അവതാരങ്ങൾ അത് സഗുണ സാകാര അവതാരങ്ങളാണെന്ന് പറയാം. രൂപം ഉണ്ടാവും, അവർക്കൊരു പ്രത്യേക ഗുണം ഉണ്ടാവും. പക്ഷെ ഈ ജ്ഞാനം സാധാരണക്കാരായ മനുഷ്യർക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. അതൊരു രഹസ്യമാണ്. കാരണം എന്താ? ദിവ്യജ്ഞാനത്തിൽ, ദിവ്യമായ ഈശ്വരീയമായ അറിവിൽ പൂർണ്ണമായും മുഴുകിയിരിക്കുന്നവർക്ക് ഇത് മനസ്സിലാക്കാൻ വേണ്ടി അതിൽ ഇൻവോൾവായി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് മാത്രമേ ഈ രഹസ്യം അറിയാൻ സാധിക്കൂ എന്ന് പറയുന്നു. ഇപ്പോൾ ലോകത്തിൽ നിന്ന് അധർമ്മം ഇല്ലാതാക്കാനും ധർമ്മം പുനഃസ്ഥാപിക്കാനുമാണ് സൂര്യവംശ കുലജാതനായി അല്ലെങ്കിൽ സൂര്യവംശത്തിലെ ദശരഥന് ശ്രീരാമൻ ജനിച്ചത്. രാവണനുമായുള്ള ഘോരയുദ്ധത്തിൽ രാവണന്റെ മരണത്തിലേക്ക് നയിച്ച സംഭവങ്ങളൊക്കെ നമ്മൾക്ക് അറിയാവുന്നതാണ്. ഇപ്പം ജീവിതത്തിലെ എല്ലാ വെല്ലുവിളികളെയും അഭിമുഖീകരിച്ച് കൃത്യസമയത്ത് ഉചിതമായ കർമ്മങ്ങൾ നിർവഹിച്ചുകൊണ്ട് പൂർണ്ണമായും സജീവനായ ഒരു മനുഷ്യനായിട്ടാണ് ശ്രീരാമൻ അവതരിക്കുന്നത്. അപ്പോൾ ഇവിടെ കഥാരൂപത്തിൽ നമ്മളിങ്ങനെ പറയുമ്പോൾ നമ്മൾ നേരെ നമ്മുടെ ശരീരത്തിൻ്റെയും അല്ലെങ്കിൽ നമ്മളാകുന്ന അസ്തിത്വത്തിൻ്റെയും കൂടെ ഇതിനെ ഒന്ന് യോജിപ്പിച്ച് നോക്കാം. അപ്പോൾ പറഞ്ഞു സൂര്യവംശത്തിലെ ദശരഥൻ അല്ലേ? ദശരഥം എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ തന്ത്രം പറയുന്നു നമ്മുടെ ശരീരം ഒരു രഥമാണ്. ഉപനിഷത്തുകൾ പറയുന്നത്, കഠോപനിഷത്തിലൊക്കെ വളരെ കൃത്യമായി പറയുന്നു ശരീരം ഒരു രഥമാണ്. ആ രഥത്തിൽ ദശം 10, 5 ജ്ഞാനേന്ദ്രിയങ്ങൾ, 5 കർമ്മേന്ദ്രിയങ്ങൾ. അപ്പോൾ 5 ജ്ഞാനേന്ദ്രിയങ്ങൾ, 5 കർമ്മേന്ദ്രിയങ്ങൾ വസിക്കുന്ന ശരീരമാണ് ഇവിടെ ദശരഥൻ. ആ ദശരഥൻ്റെ പുത്രനായാണ് ശ്രീരാമൻ ജനിക്കുന്നത്. ജീവാത്മാവ് നമ്മുടെ ഈ ശരീരത്തിൽ, ഈ 10 ഇന്ദ്രിയങ്ങൾ വസിക്കുന്ന ഈ ശരീരത്തിൽ കുടികൊള്ളുന്ന ജീവാത്മാവാണ് യഥാർത്ഥത്തിൽ ശ്രീരാമൻ. ഇങ്ങനെയാണ് രാമായണത്തിലൂടെ നമ്മൾ കടന്നു പോവേണ്ടത്. കേവലം ഒരു കഥാതന്തുവല്ലാതെ ഈ കഥയിലൂടെ വാൽമീകി യഥാർത്ഥത്തിൽ നമ്മളുടെ സമക്ഷം പറയാൻ ശ്രമിക്കുന്നത് വേദസാരമാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ ഋഷീശ്വരന്മാർ നമ്മൾക്ക് പകർന്നു തന്ന വേദചിന്തകൾ, വേദത്തിൻ്റെ ആ പ്രമാണങ്ങളാണ് നമ്മൾക്ക് കൈമാറുന്നത്. അത് അതിൻ്റേതായ തലത്തിൽ അത് മനസ്സിലാക്കിയാൽ ഏറ്റവും നല്ല രസകരമായ ഇതിഹാസമായി നമ്മൾക്ക് ഇതിനെ മനസ്സിലാക്കാം. എളുപ്പത്തിൽ വേദം പഠിക്കാം എന്നർത്ഥം, വേദത്തിൻ്റെ തത്വങ്ങൾ ഗ്രഹിക്കാം. അപ്പോൾ ഇങ്ങനെ സജീവനായ ഒരു മനുഷ്യനായിട്ടാണ് ശ്രീരാമൻ അവതരിച്ചത്. ആ കർമ്മങ്ങളെല്ലാം പ്രകൃതി അല്ലെങ്കിൽ മായാദേവി, കാരണം സീതാദേവി പറഞ്ഞിട്ടുണ്ട് ഞാൻ പ്രകൃതിയാകുന്നു എന്ന് കുറച്ച് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പ്രകൃതിയാകുന്നു അല്ലെങ്കിൽ മായാദേവി എന്ന നിലയിൽ ഞാൻ അവൻ്റെ മഹത്വ സാന്നിധ്യത്താൽ പ്രചോദിതയായി ഈ കർമ്മങ്ങൾ നിർവഹിക്കുന്നു. അതായത് എന്താ സീതാദേവി ചെയ്യുന്നത്? ശ്രീരാമൻ ഈ പറയുന്ന ദശരഥൻ്റെ പുത്രനായി ജനിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പത്നിയായി മായാദേവി എന്ന നിലയിൽ പ്രചോദിതയായി അദ്ദേഹത്തിൻ്റെ ഈ പറയുന്ന ശ്രീരാമൻ്റെ സാന്നിധ്യത്താൽ സീതാദേവി എല്ലാ കാര്യങ്ങളും നിർവഹിക്കുന്നു. ക്ലേശം, കോപം, സുഖം, ദുഃഖം തുടങ്ങിയ വൈകാരികമായ ട്രാപ്പിൽ അല്ലെങ്കിൽ കെണികളിൽ നിന്ന് ഒരു ജീവാത്മാവിനെ രക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മായാദേവി അല്ലെങ്കിൽ മായ നമ്മുടെ ഉള്ളിൽ അല്ലെങ്കിൽ നമ്മൾക്ക് മുൻപിൽ, ആത്മാവിൻ്റെ മുൻപിൽ, ആത്മാവിന് ചുറ്റും സ്ഥാപിക്കുന്ന ഈ കെണികളുണ്ട്. ക്ലേശം, കോപം, സുഖം, ദുഃഖം തുടങ്ങിയ ആ കെണികളിൽ അകപ്പെടാതെ അവനെ സംരക്ഷിച്ചു നിർത്തുന്നു. നിങ്ങൾക്ക് ഈ പറയുന്ന ശ്രീരാമചന്ദ്രനെ ഒന്നിനാലും ഉത്തേജിപ്പിക്കാനോ പ്രസാദിപ്പിക്കാനോ കഴിയില്ല. നിങ്ങൾക്ക് അവനെ കോപം ജനിപ്പിക്കാൻ പോലും കഴിയില്ല. അവൻ വികാരങ്ങളിൽ നിഷ്ക്രിയനാണെന്ന് പറയുന്നു. അവിടെയാണ് നിരാകാര നിർഗുണ എന്ന് പറയുന്നത്. അവൻ ഒരു പ്രവൃത്തിയും ചെയ്യുന്നില്ല. കാരണം എന്താ? അവൻ വെറും ഒരു ദർശകനെ പോലെ, ഒരു സാക്ഷിയെ പോലെ, ഒരു ആസ്വാദകനെ പോലെയാണ് നിൽക്കുക. മായാദേവി എന്ന നിലയിൽ ചെയ്യേണ്ടതെല്ലാം, എല്ലാ പ്രവൃത്തികളും ചെയ്യുന്നത് സീതാദേവിയാണ്. ഇക്കാരണത്താൽ കർമ്മങ്ങളുടെ ഉടമസ്ഥാവകാശം ഈ ശ്രീരാമചന്ദ്രന് ഉണ്ടാവില്ല. ഭഗവാൻ കർത്താവായും ആസ്വാദകനായും കാണപ്പെടുന്നു. അവൻ കർമ്മത്താൽ ബന്ധിതനല്ല. കാരണം ഭഗവാന് വേണ്ടി കർമ്മം അനുഷ്ഠിക്കുന്നത് ദേവിയാണ്. അങ്ങനെ ശ്രീരാമചന്ദ്രൻ ഹനുമാന്, സീതാദേവി ഹനുമാൻ ഈ ഉപദേശം പറഞ്ഞു കൊടുത്തതിനെ തുടർന്ന് ഹനുമാന് കൂടുതൽ ഉപദേശം ശ്രീരാമചന്ദ്ര ഭഗവാൻ നൽകുകയാണ് ചെയ്യുന്നത്. അത്
പരമാത്മാവ്, അദ്ദേഹം പറയുന്നത് പരമാത്മാവ് യാഥാർത്ഥ്യമായ പരമമായ വാസ്തവികത്വമാണ്, യാഥാർത്ഥ്യമാണ്. ഭാവങ്ങൾ ജീവാത്മാവിൻ്റേതാണ്, മായാദേവിയുടെ പിന്തുണയോടെ പ്രതിഫലിക്കുന്ന യാഥാർത്ഥ്യങ്ങൾ. അതായത് എന്തൊക്കെ? ഈ പ്രപഞ്ചത്തിൽ കാണുന്ന നദികൾ, കിണറുകൾ, അരുവികൾ, സമുദ്രങ്ങൾ തുടങ്ങിയ നിരവധി ജലാശയങ്ങളിൽ ഒരേ തത്വത്തിൻ്റെ നിരവധി പ്രതിഫലനങ്ങൾ കാണാം. അതായത് ഇപ്പോൾ ഒരു ആകാശത്തിൽ ഒരു ചന്ദ്രനെ നമ്മൾ എടുത്തു നോക്കിയാൽ ഈ പറയുന്ന നദികളിൽ, കിണറുകളിൽ, അരുവികളിൽ, സമുദ്രങ്ങളിലൊക്കെ അതിൻ്റെ പ്രതിഫലനം കാണാം. അതുപോലെ പരമാത്മാവിനൊരു മാറ്റവുമില്ല. അതേസമയം ഭാവങ്ങൾ അവ സംഭവിക്കുന്ന മാധ്യമത്തെ ആശ്രയിച്ച് മാറിക്കൊണ്ടേയിരിക്കും. ഒരു നദിയിൽ കാണുന്ന പ്രതിബിംബമല്ല ചന്ദ്രൻ്റെ ഒരു കിണറിൽ കാണുക. അതിൻ്റെ വ്യാപ്തിയും അതിൻ്റെ ഓളങ്ങളില്ലാത്ത അവസ്ഥകളും ഒക്കെ വ്യത്യാസപ്പെടും. അപ്പോൾ പക്ഷേ ചന്ദ്രൻ എന്നുള്ളത് മാറാതെ നിൽക്കുന്ന അസ്തിത്വമാണ്, ഒന്ന് മാത്രമാണ്. അപ്പോൾ ഇങ്ങനെ ഒരാളുടെ ഈ ഭാവങ്ങൾ ആ ഭാവങ്ങൾ പേറുന്ന മാധ്യമത്തെ ആശ്രയിച്ച് മാറുന്നു. അപ്പോൾ ഒരു ബ്രഹ്മചൈതന്യം നമ്മുടെ ഉള്ളിൽ ജീവാത്മാവായി വരുന്ന സമയത്ത്, ആ ചൈതന്യം നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ അതിന് ഭാവങ്ങൾ വരുന്നത് ഈ പറയുന്ന അതിനോട് അതിൻ്റെ മാധ്യമം, അത് ശരീരത്തിൽ വസിക്കുന്നത് കൊണ്ട് തന്നെ മനോബുദ്ധി അഹങ്കാരങ്ങളൊക്കെ വന്നു ചേരുമ്പോഴാണ് അതിന് ഭാവങ്ങൾ ഉണ്ടാകുന്നത് എന്നാണ് ഇവിടെ ശ്രീരാമൻ ഹനുമാനോട് പറയുന്നത്. അപ്പോൾ മനുഷ്യർ ഉൾപ്പെടെയുള്ള ജീവികൾ അവയുടെ യാഥാർത്ഥ്യം മനസ്സിലാക്കാത്ത ജീവാത്മാക്കളാണ്. കാരണം നമ്മൾക്ക് അറിയുന്നില്ല നമ്മൾ ഈശ്വരീയ ചൈതന്യമാണ്, നിർഗുണ നിരാകാരമാണെന്ന് നമ്മൾക്ക് അറിയുന്നില്ല. നമ്മുടെ ഓരോ സ്വഭാവങ്ങളുടെയും പ്രകൃതിയുടെയും ടേസ്റ്റിൻ്റെയും ഒക്കെ പിന്നാലെയാണ് നമ്മളല്ലേ, നമ്മുടെ ഓരോ ഇഷ്ടങ്ങളുടെ പിന്നാലെയാണ്. ഡ്രസ്സായാലും ആഭരണങ്ങളായാലും സിനിമ, അങ്ങനെയുള്ള ഓരോ പ്രകൃതങ്ങളോടാണ് നമ്മൾ അതിനെ പിന്തുടരുന്നതാണ് ജീവിതം എന്നാണ് നമ്മൾ ധരിച്ചു വെച്ചിട്ടുള്ളത്. ഒരാളുടെ ഗുരുക്കന്മാരുടെ അല്ലെങ്കിൽ ഗുരുപരമ്പരയുടെ കൃപയാലും ആഴത്തിൽ വേരൂന്നിയ ഭക്തി കൊണ്ടും ജീവാത്മാവിൻ്റെയും പരമാത്മാവിൻ്റെയും ഏകത്വത്തെക്കുറിച്ച് ഒരാൾക്ക് യഥാർത്ഥ വിദ്യ ലഭിക്കുക. അപ്പോൾ യഥാർത്ഥമായി ഈ വിദ്യ നമുക്ക് ലഭിക്കുന്നത് നമ്മുടെ ഗുരുപരമ്പരയുടെ കൃപ കൊണ്ട് മാത്രമാണ്. അതുപോലെ തന്നെ ഗുരുപരമ്പരയുടെ കൃപ മാത്രം പോരാ, ആഴത്തിൽ വേരൂന്നിയ ഭക്തിയും കൂടെ ഉണ്ടാവണം. ഇത് രണ്ടും ഉണ്ടെങ്കിൽ നമ്മൾക്ക് ഈ രഹസ്യവിദ്യ എളുപ്പമായിട്ട് ലഭിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ശ്രീരാമചന്ദ്രൻ പറയുന്ന ഈ ഒരു വെളിപ്പെടുത്തൽ അജ്ഞതയുടെയും ജീവാത്മാവിൻ്റെ ലൗകികമായ ബന്ധനത്തിൻ്റെയും അവസാനമാണ്. അതെങ്ങനെയാണെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരു ഉപ്പിനെ കൊണ്ടുണ്ടാക്കിയ ഒരു വിഗ്രഹം ഉണ്ടെന്ന് വിചാരിക്കാം. ആ ഉപ്പിനെ കൊണ്ടുണ്ടാക്കിയ ഒരു വിഗ്രഹം എടുത്ത് നമ്മൾ സമുദ്രത്തിലേക്ക് പോകുന്നത് പോലെയാണ്. ഉപ്പ് പരലുകൾ കൊണ്ട് നിർമ്മിച്ച ഒരു ശില്പം അതിൻ്റെ അസ്തിത്വം തേടി, അതിൻ്റെ ഐഡൻറ്റിറ്റി തേടി, അതിൻ്റെ വ്യക്തിത്വം തേടി സമുദ്രത്തിലേക്ക് നടന്നു പോയാൽ എങ്ങനെയിരിക്കും? ആ വിഗ്രഹം ഒരിക്കലും സമുദ്രത്തിലേക്ക് മുങ്ങിക്കഴിഞ്ഞാൽ സ്വന്തം വ്യക്തിത്വം ആ സമുദ്രത്തിൽ അലിഞ്ഞില്ലാതാവും. കാരണം ഈ ഉപ്പ് ഉൽപ്പാദിപ്പിക്കുന്നത് പോലും സമുദ്രത്തിൽ നിന്ന് പരിണാമ പ്രക്രിയകളിലൂടെയാണ്. അങ്ങനെ ഒരുപാട് പ്രോസസ്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഉപ്പ് ഉണ്ടാക്കുന്നു. ആ ഉപ്പ് കൊണ്ട് നമ്മളൊരു വിഗ്രഹം ഉണ്ടാക്കിയിട്ട് ആ വിഗ്രഹം എന്താണ് ഞാൻ എന്നറിയാൻ വേണ്ടി സമുദ്രത്തിലേക്ക് പോയാൽ എന്താ അവസ്ഥ ഉണ്ടാവുക? ആ വ്യക്തിത്വം ഒരു തവണ അതിൽ മുങ്ങിയാൽ ആ വ്യക്തിത്വം സാക്ഷാത്കരിക്കാൻ പ്രത്യേകം അസ്തിത്വം, ആ ബോഡി തന്നെ ഉണ്ടാവില്ല, അത് കംപ്ലീറ്റ് ആയിട്ട് അതിലേക്ക് ലയിച്ചു പോകും അല്ലേ? കാരണം ആ ഉപ്പ് പ്രതിമ വിശാലമായ സമുദ്രജലത്തിൽ പൂർണ്ണമായി ലയിച്ചിരിക്കും. അപ്പോൾ സൃഷ്ടിയുടെ പിന്നിലെ ഈ രഹസ്യം അല്ലെങ്കിൽ ഈ രഹസ്യമായ അറിവ് തേടുന്നതിൽ താല്പര്യമില്ലാത്ത ആളുകൾക്ക് ഇത് പറഞ്ഞു കൊടുക്കേണ്ടതില്ല. ആ നിമിഷം ഭഗവാനുമായി ഒന്നായതിനാൽ മാത്രമാണ് ഹനുമാന് ഈ ഉപദേശം അല്ലെങ്കിൽ ഈ കഥയിൽ പൂർണ്ണമായും മുഴുകിയിരുന്ന് ഈ ഒരു ജ്ഞാനം ലഭിക്കാൻ വേണ്ടിയിട്ട് സാധിച്ചത്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ ഈ തത്വം തന്നെയാണ് ഗണേശോത്സവത്തിന് അല്ലെങ്കിൽ ഗണേശോത്സവ സമയത്ത് ഉള്ള ആചാരങ്ങൾ നിങ്ങൾ നോക്കിയാൽ അറിയാം. ഗണേശ വിഗ്രഹ നിമഞ്ജന ഘോഷയാത്രകളൊക്കെ എന്തിനാണെന്നറിയാം? യഥാർത്ഥത്തിൽ ഗണേശൻ എന്ന് പറഞ്ഞാൽ തന്നെ ഗണങ്ങളുടെ അധിപതിയാണ്. നമ്മുടെ ശരീരം എന്ന് പറഞ്ഞാൽ തന്നെ അനേകം ഗണങ്ങൾ കൂടിച്ചേർന്നിട്ടുള്ളതാണ്, അനേകം ഓർഗൻസ് കൂടിച്ചേർന്നിട്ടുള്ളതാണ്. ഈ പ്രപഞ്ചവും അങ്ങനെ തന്നെയാണ്. അതിനെയൊക്കെ ഒരു ദിശയിലേക്ക് നയിക്കുന്ന ബോധമാണ് യഥാർത്ഥത്തിൽ ഗണപതി. അപ്പം ഞാൻ എന്ന അസ്തിത്വം വസിക്കുന്നത് യഥാർത്ഥത്തിൽ എവിടെയാണ്? ഈ ശരീരത്തിലാണ്. ശരീരം അന്നം കൊണ്ട്, അന്നമയ ശരീരം എന്നാണ് ഈ ശരീരത്തെ ഞാൻ പറയാം. 5 ശരീരങ്ങളുണ്ട് നമ്മൾക്ക്. പഞ്ചകോശ ശരീരമാണ് നമ്മൾക്കുള്ളത്. അതിൽ ആദ്യത്തെ കോശമാണ് അന്നകോശം. അതാണ് ഈ ഇന്ദ്രിയങ്ങൾ കൊണ്ട് അനുഭവിക്കാൻ പറ്റുക. എനിക്കും നിങ്ങൾക്കും വേറൊരാളുമായിട്ട് നമ്മൾ സംവദിക്കുന്നത് അദ്ദേഹത്തിന് ആ ശരീരമുള്ളത് കൊണ്ടാണ്.
ഇപ്പോൾ എൻ്റെ അച്ഛനോ അമ്മയോ മരണപ്പെട്ടാൽ എനിക്ക് അവരുമായി സംവദിക്കാൻ സാധിക്കാത്തത് അവരുടെ അന്നമയ കോശം ഇല്ലാതാവുന്നത് കൊണ്ടാണ്. അന്നമയ ശരീരം എവിടെ നിന്ന് ഉത്ഭവിക്കുന്നു? അന്നത്തിൽ നിന്ന്. അന്നം എവിടെ നിന്ന് ഉത്ഭവിക്കുന്നു? മണ്ണിൽ നിന്ന്. മണ്ണിന് ഈ പറയുന്ന അന്നം വിളയിക്കാനുള്ള ശേഷി എവിടെ നിന്ന് സംജാതമാകുന്നു എന്ന് പറഞ്ഞാൽ മഴ കാരണം അല്ലെ. കൃഷിയിലൊക്കെ നമ്മൾക്ക് അടിസ്ഥാനമാണ്. മണ്ണ് മാത്രം ഉണ്ടായാൽ പോരാ, ജലം കൂടെ വേണം. അപ്പോൾ ജലം, ഞാൻ നേരത്തെ ഉപ്പ് പരലിൻ്റെ കാര്യം പറയുമ്പോൾ ഇപ്പം നമ്മൾ മൺകൊണ്ടുണ്ടാക്കിയ ഒരു വിഗ്രഹം, അതിൻ്റെ ഐഡൻറ്റിറ്റി, ഞാൻ ആരാണ് എന്നറിയാൻ ആ മൺവിഗ്രഹത്തെ വെള്ളത്തിൽ നിമഞ്ജനം ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ഞാനും നിങ്ങളുമാകുന്ന ഈ ശരീരം അന്നമയ ശരീരമാണ്. ഞാൻ എവിടെ നിന്ന് വന്നു, ഈ പ്രകൃതിയിൽ ഞാൻ ആരാണ് എന്ന എൻ്റെ ബോധത്തോട് ചോദിക്കുന്നതും ആ ബോധം ഈ പ്രകൃതിയിൽ തന്നെ ലയിച്ച് ഞാൻ ഈ പ്രപഞ്ചം തന്നെയാണെന്ന് പറയുന്ന മഹത്തായ ആചാരമാണ് ഗണേശ ഉത്സവത്തിലെ ഗണേശ വിഗ്രഹ നിമഞ്ജനം. അല്ലാതെ വെറുതെ നമ്മൾ മണ്ണെടുത്ത് കൊണ്ടുപോയി വെള്ളത്തിലിട്ട് ഒരു വിഗ്രഹത്തെ ഇല്ലാതാക്കുന്ന വെറും ഒരു കളി ആയിട്ടോ അല്ലെങ്കിൽ ഒരു ആഘോഷത്തിന് വേണ്ടി മാത്രമോ ചെയ്യുന്ന പ്രവൃത്തിയല്ല. ഇതിനൊക്കെ അടിയിൽ വിശദമായ തത്വങ്ങൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ തത്വങ്ങൾ ഗ്രഹിക്കാതെ നമ്മൾ ഒരു വിഗ്രഹം വാങ്ങി വീട്ടിൽ വെച്ച് 10 ദിവസമോ 5 ദിവസം 6 ദിവസം 3 ദിവസമൊക്കെ പൂജിച്ച് ഗംഭീരമായ ഘോഷയാത്രയിൽ പങ്കെടുത്ത് ഇതുകൊണ്ട് നിമഞ്ജനം ചെയ്യുമ്പോൾ ഈ തത്വം അറിഞ്ഞില്ലെങ്കിൽ പോയി അത് കേവലം ഒരു ആയി മാത്രം അധപ്പതിക്കും. അതുകൊണ്ട് നമ്മൾക്കിവിടെ ഈ അധ്യാത്മ രാമായണവും നമ്മൾക്ക് ഇതുപോലെയുള്ള തത്വങ്ങൾ ഗ്രഹിച്ചു കൊണ്ടുപോകുമ്പോൾ യഥാർത്ഥത്തിൽ അത് മനുഷ്യന്മാരായ നമ്മളോട്, മാനവരാശിയോട്, നമ്മുടെ ഋഷീശ്വരന്മാർക്ക് പറയാനുണ്ടായ മഹത്തായ വിദ്യകളാണെന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഈ ഒരു രാമായണ മാഹാത്മ്യം അല്ലെങ്കിൽ രാമൻ്റെ അയനത്തെക്കുറിച്ചുള്ള ഈ ഒരു 15 ദിവസത്തെ യാത്രയിൽ നമ്മൾക്കെല്ലാവർക്കും ഈ തത്വങ്ങൾ ഗ്രഹിച്ചു കൊണ്ടുള്ള ശ്രീരാമനെ പരിചയപ്പെടാം, അല്ലെങ്കിൽ ശ്രീരാമചന്ദ്ര ഭഗവാന്റെ ജീവിതത്തെ പരിചയപ്പെടാം. നിങ്ങൾക്കെല്ലാവർക്കും ഈ ഒരു എപ്പിസോഡ് കേട്ടതിന് വളരെ നന്ദിയും നമസ്കാരവും. പരമാവധി ഈ ഒരു എപ്പിസോഡ് നിങ്ങൾ അല്ലെങ്കിൽ ഈ ഒരു പ്രോഗ്രാം എല്ലാവരിലേക്കും എത്തിക്കാൻ ശ്രമിക്കുക. കാരണം രാമായണത്തിൻ്റെ നമ്മളറിയാത്ത ചിന്തകളിലൂടെ അല്ലെങ്കിൽ അതിൻ്റെ പൊരുളിലൂടെയുള്ള ഒരു യാത്രയാണ് ഇത്. നമ്മൾ ഓരോ സനാതനിയും മനസ്സിലാക്കേണ്ട മഹത്തായ ഇതിഹാസമാണ്. കേവലമായ കഥകളോ കേവലമായ ഇതിവൃത്തങ്ങളോ മാത്രമല്ല, സാക്ഷാൽ ഋഷീശ്വരന്മാർ നമ്മൾക്ക് പകർന്നു നൽകിയ വേദത്തിൻ്റെ അല്ലെങ്കിൽ ശ്രുതികളുടെ സാരമാണ്, സത്തയാണ്. അതുകൊണ്ട് അടുത്ത എപ്പിസോഡിൽ നിങ്ങളെയൊക്കെ കാണാമെന്ന പ്രതീക്ഷയോടെ നന്ദി, നമസ്കാരം.